താലോലം പാടാൻ കണ്ണാരക്കുയിലേ, പുന്നാരം ചൊല്ലാൻ വായാടിക്കിളിയേ. പരദൂഷണമാണേലും പറയാനൊരു രസമാണേ, അത് കേട്ടാൽ മനമാകെ കുളിരുന്നൊരു സുഖമുണ്ടല്ലോ. അയ്യോ പറയുമ്പം കൊതിയുണ്ട്, പിന്നെ കേൾക്കുമ്പം പുകിലുണ്ട്. താലോലം പാടാൻ കണ്ണാരക്കുയിലേ, പുന്നാരം ചൊല്ലാൻ വായാടിക്കിളിയേ. ഇവിടെയല്ലേ നമ്മൾ ഒളിച്ചിരുന്ന് പണ്ട് സോറ പറഞ്ഞിരുന്നൊരു പുഴക്കടവ്. ഇവിടെയല്ലേ നമ്മൾ മറഞ്ഞിരുന്ന് മനം മയക്കണ കണി കണ്ട കുളക്കടവ്. എന്നോ കണ്ടതെല്ലാം വന്നു വീണ്ടും ഓർമ്മയിൽ. ഏതോ സ്വപ്നജാലം പൂത്തിറങ്ങി കാഴ്ചയിൽ. താലോലം പാടാൻ കണ്ണാരക്കുയിലേ, പുന്നാരം ചൊല്ലാൻ വായാടിക്കിളിയേ. ഇവിടെയല്ലേ പണ്ട് പനമുകളിൽ നമ്മൾ ഒളിച്ചിരുന്നടിച്ചത് മധുരക്കള്ള്. ഇവിടെയല്ലേ അമ്മ കാത്തിരുന്ന് പണ്ട് പുകവലി പിടിച്ചൊരു മരച്ചുവട്. എന്നോ കണ്ടതെല്ലാം വന്നു വീണ്ടും ഓർമ്മയിൽ. താലോലം പാടാൻ കണ്ണാരക്കുയിലേ, പുന്നാരം ചൊല്ലാൻ വായാടിക്കിളിയേ. പരദൂഷണമാണേലും പറയാനൊരു രസമാണേ, അത് കേട്ടാൽ മനമാകെ കുളിരുന്നൊരു സുഖമുണ്ടല്ലോ. പറയുമ്പം കൊതിയുണ്ട്, പിന്നെ കേൾക്കുമ്പം പുകിലുണ്ട്. താലോലം പാടാൻ കണ്ണാരക്കുയിലേ, പുന്നാരം ചൊല്ലാൻ വായാടിക്കിളിയേ. ഭഗവതി മഹാമായ കാത്തുരക്ഷിക്കുന്നു. എടി സുജാതേ, എല്ലാവരോടും എഴുന്നേറ്റ് റെഡിയാവാൻ പറ. 7:30 മണിക്ക് അമ്പലത്തിൽ എത്തേണ്ടതാണ്. വന്ന് ഒരൊറ്റ എണ്ണത്തിന് അമ്പലത്തിൽ പോകുന്ന കാര്യത്തില് യാതൊരു താല്പര്യം ഇല്ലാണ്ടായി. എടി സുജാതേ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? വരുന്നു ചേച്ചി, അറിയിക്കോ? അല്ല, ഇതെന്തൊരു ഒരുക്കാണ്. പെണ്ണുങ്ങളൊക്കെ കഷ്ടം. അമ്പലത്തിലേക്കാ പോകുന്നത്, അല്ലാണ്ട് പെണ്ണ് കാണാനല്ല. ഒന്നിങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? വലിയ ആളെ കൊല്ലാൻ കാത്തെത്തുണ്ടാവും. ഓ, നിന്റെ ചേച്ചി ആളെ പിടിച്ച് മൂക്കെ കയറ്റി കളയുന്നില്ലല്ലോ. ഒന്ന് പതുക്കെ പറ, വലിയച്ച് കേക്കണ്ട. ഒറ്റ എണ്ണത്തിന് സമയനിഷ്ഠ എന്നുള്ള സംഗതിയേ ഇല്ല. ആ 2 മുതുകാളകള് ഇന്നലെ രാവിലെ പേരാമ്പ്ര പോയതാ. ഇതുവരെ ഇവിടെ എത്താൻ സമയമായിട്ടില്ല. കല്യാണത്തിന് പോയതല്ലേ, അത് കഴിഞ്ഞപ്പോ പിന്നെ അവിടെ തന്നെ കൂടാന്ന് കരുതിയിട്ടുണ്ടാവും. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എത്തും. തന്റെ ഈ വക്കാലത്ത് പിടുത്ത 2 എണ്ണത്തിനും വഷളാക്കണത്. ആ ചന്തുച്ചക്കനോട് പോയി കാണില്ലല്ലോ. ചന്തുവേ, എടാ ചന്തു. താൻ മിണ്ടാതിരിക്കും, ഞാൻ വിളിച്ചോളാം. എടാ തുപ്പാക്കി, എവിടെ പോയി കിടക്കായിരുന്നറ? ഞങ്ങൾ ഇറങ്ങാണ്. നീ വേഗം മണികണ്ഠനും കൂട്ടി വരണം. പിന്നെ അമ്പലത്തിലേക്കാ വരുന്നേ, കുളിച്ചിട്ടൊക്കെ വരണം. നീ വന്നില്ലേലും മണികണ്ഠനെ അവിടെ എത്തിച്ചേക്കണം. അപ്പൊ തന്നെ നേരെ ഒരുപാട് വൈകി. ഇവനെങ്ങോട്ട് പോയി? സോറി ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ അല്പം ഉറങ്ങിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രൊഫഷണൽ തീഫല്ലേ. അയ്യടാ, പ്രൊഫഷണൽ തീഫ്. എന്താ നിനക്കൊരു പുച്ഛം പോലെ? എടാ, എന്നെ സർക്കാർ അംഗീകരിച്ച് സ്റ്റേഷനിൽ ഫോട്ടോ വെച്ചിട്ട് കൊല്ലം 3 നാൾ കഴിഞ്ഞു. നിന്നെ പോലെ പറഞ്ഞിട്ടില്ല. എടാ, എന്നെ പോലുള്ള ഭീകര കള്ളന്മാരുടെ ഫോട്ടോ ഒന്നും
സ്റ്റേഷനിൽ വെക്കാറില്ല. വെച്ചാൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയും. അറിയാവാ? അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. ആ. എന്ത് പറ്റിയടാ? എന്ത് പറ്റി? എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് സൂര്യപ്രകാശം കണ്ണിലടിച്ച ഭയങ്കര പെയിനാ. ആണാ? അത് പ്രായമായവർക്ക് കണ്ണിൽ തിമിരം വരും. ഡോക്ടറെ കാണിച്ചാൽ മതി. വെറുതെ അമ്പലത്തിൽ നടന്ന് പുളു അടിക്കല്ലേ. നാലാം രാത്രി ആ മേമനച്ചന്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുവാണ് എനിക്കറിയാം. ഒരു പ്രൊഫഷണൽ തീഫ്. ശരിയാ, എന്തൊരു ഇടിയായിരുന്നു അങ്ങേര്. വൃത്തികെട്ടവൻ. ചെളി. എന്റെ കന്നുകാലികളെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. പള്ളിയിൽ കയറിയിട്ട് പൊന്നും കുരിശ് പോയിട്ട് ഒരു ഉണക്കക്കുരുത്തോല പോലും കിട്ടിയില്ലല്ലോ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇയാൾ അച്ഛനാവാൻ വേണ്ടി കരാട്ട പഠിച്ചതായിരിക്കോ? ഏയ്, അതായിരിക്കില്ല. പണ്ട് നാട്ടിൽ അടിയുണ്ടാക്കിയപ്പോ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് സെമിനാരി ചേർത്ത് അച്ഛനാക്കിയതായിരിക്കും. ആയിരിക്കും ആയിരിക്കും. കേറുന്നില്ല. ഓ ഷൂസോ. ഇനി നിന്റെ ചെരുപ്പെടുക്കാൻ മറക്കണ്ട. അത് ഞാൻ മറക്കും. പൊന്നും കുരിശ് തരാം, പട്ടുവള തരാം, പശുക്കുട്ടിയെ തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കയ്യിൽ നിന്ന് 1000, 2000, 3000 ഒക്കെ വാങ്ങിയത് എങ്ങനെ ഇനി തിരിച്ചു കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അത് തന്നെ ഞാനും ആലോചിക്കും. മദനാ, നോക്ക് നോക്ക്, പാത്തുമ്മയുടെ കടം തീർന്നടാ. ആനമുറ്റത്തെ തുപ്പാക്കി ചന്തു ആൽത്തറയിൽ കിടന്ന് ഉറങ്ങിയ പാത്തുമ്മേരെ കട എങ്ങനെ തീരും? അങ്ങനെയാണെങ്കിൽ ഇത്തിരി മുമ്പേ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ നമ്മുടെ ഇത്തിരി കടമെങ്കിലും തീരണ്ടേ? അത് നോക്ക്. ഓ എന്നത് പൊക്കാം പൊക്കാം പൊക്കാം. പാം. എവിടെയാണ് സാധനം കണ്ടുവച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നേ? ഞാൻ വന്ന് കൊണ്ടുപോരില്ലായിരുന്നു. ഇത് തന്നേരെ. അയ്യോ, ഇത് വേറെ ആക്കുള്ളതാ. അത് വേണ്ട, എനിക്ക് ഇത് മതി. ലോനപ്പനുള്ളത് ഇതല്ല. ലോനപ്പനുള്ള അടുത്ത ലോഡിൽ വരുന്നുണ്ട്. അത് ശരിയാവൂല. അത് വരുമ്പോ തരാം. അത് ശരിയാവൂല. ഇത് അയാൾക്കുള്ളതാ. എനിക്കിത് മതി. ഇത് അയാൾക്കുള്ളതാണ്. എനിക്കിത് മതി. ഇത് അയാൾക്കുള്ളതാ. അത് അയാൾക്കുള്ളതാന്ന് പറഞ്ഞില്ലേ? ഇത് നിനക്കുള്ളതാ. നമുക്ക് എന്താടാ ഇവിടെ? കുട്ടിയേട്ടാ, ഇത് എനിക്ക് തരാനുള്ള കാളക്കുട്ടിയാ. കൊടുക്കടാ. നിനക്ക് തരാൻ പാടില്ലേ? അതിനുമ്പ് നീ കരണേന്ദ്ര കൊണ്ടോ. നേരത്തെ തന്നെ കൊടുക്കാൻ പോയതാ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ തള്ളേനെ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും പറയണം. മനസ്സിലായ? ഗോവിന്ദൻകുട്ടി ചേട്ടന് അസിസ്റ്റന്റ് ചേട്ടന് സുഖം തന്നെ അല്ലേ? പോകുന്ന ചേട്ടാ പോയിട്ട് ഒത്തിരി ബിസിയാണ്. ദാ, വണ്ടി കയറാ. നിന്നോടല്ല, അവനോടാ. കേറുണ്ടില്ലേ? ആനമുറ്റക്കാരൻ നടക്കിരുത്തം കൊണ്ടുവന്ന മുറിയെ തൊട്ട് അശുദ്ധാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ആനമുറ്റത്തുകാരനെ നെറ്റിലെഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? ഇതേ ലോനപ്പന്റെയാ. ചൂലെ, ആനമുറ്റത്തുകാരുടെ പറമ്പിൽ വീണ തേങ്ങയ്ക്കും വാങ്ങിക്കുന്ന ഒട്ടിപ്പില്ലടാ. പക്ഷേ ഒരുത്തിരിന്നോളം തൊടാൻ ധൈര്യം കാണിച്ചിട്ടില്ല. തൊട്ട അപ്പ അവന്റെ കൈ വെട്ടു. മൂല്യ താഴേർക്കടാ. എടാ, മൂല്യ താഴേർക്കാൻ പറഞ്ഞാ കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ തന്താരാടാ. വിടവി. ആനമുറ്റത്തുകാരൻ നെഞ്ഞത്ത് ചവിട്ടി ഒരുത്ത് നടന്നു പോണത് കണ്ടില്ലേ? ഇവരോട് ചോദിച്ച ഈ സർവാട്ടിലെ ആൺകുട്ടികൾ ആരുമില്ലേ? എടാ രാമകൃഷ്ണ, രാജീവാ.
ഇവന്മാരെ റൗഡികളല്ല. പക്ഷെ റൗഡിസം കാണിക്കാൻ വരുന്നവരെ പീസ് പീസാക്കി വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി തേച്ചിപ്പറ ഡാമിനറി ഓർത്തോ. പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത് 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി, വായിക്കും. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ളൊരു പശുക്കിടാവും. ശങ്കരൻ കുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യമാവും. ഒരു കാര്യം ചെയ്യും മദന, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇതാർക്കുള്ളടേ? ഇത് വിൽക്കണില്ല. അതാ നല്ലത്. ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിരിക്കണേ? ഹിപ്പോപ്പൊട്ടാമസിന് കൊമ്പുവെച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നു മോനിനി ഇടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവൂ. അവറാച്ചന്റെ വിടോ? അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശി എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കണെങ്കിൽ ഒരു 5-6 ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്തിനാ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാര് ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റ് അല്പം കൂട്ടണം. പിന്നെ മുക്കാല് നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവൂല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പാതി ആദി 50-50, പകുതി പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യും, നീ ഒരു ബ്രാഞ്ച് തുടങ്ങ്. എന്റെ ഓഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോ കൂരായണ എന്നുള്ളത്. കൂരായന മാത്രം പറയരുത്. പാണ്ടിക്കാളയാണ് പൊട്ട. ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന് തമിഴ് കൂപ്പറാ. നീ എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല, കൂപ്പിടാൻ. സിന്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ. ഒന്ന് നിന്നെ കല്യാണം കേട്ടപ്പോ നിന്ന് ഓടിക്കോ രമണ. സമ്മതത്തിൽ നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നിന്റെ ഒരിഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. കൊണ്ടുപോയടാ. നോക്കിക്കോ. നമ്മൾ ഇറങ്ങിയ യശോദേ, ഈ രമണ്യം അതന്നെയും കണ്ടാ നമ്മൾ അന്വേഷിച്ചു പറയണേ. ഒരു ചായ. പാല് തീർന്നു പോയി. അയ്യോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, നീ അറിഞ്ഞില്ലേ? നിന്നോട് ചോദിച്ചിട്ടാണോ അവിടെ പാല് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാണേ. എന്റെ കടയ്ക്കകത്ത് കയറി ഒന്ന് തോന്നിയാസം പറയുന്നു. ഇറങ്ങണ വഴിയില് മേലാതിനകത്ത് കയറിപ്പോവരുത്. തള്ളേ, ആരോടാ കളിക്കുന്നെന്ന് അറിയാവോ? ഗോവിന്ദൻ കുട്ടിന്ന് കേട്ടിട്ടുണ്ടോ? എടാ, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ നടന്നു എന്ന് വെച്ച് നീ ഗോവിന്ദൻകുട്ടി ആവില്ലല്ലോ. മക്കളെ ചെല്ലേ, ഇറങ്ങ. അതെ, ഞാനും ഗോവിന്ദൻ കുട്ടിയും കൂടി ഒരു ദിവസം ഇവിടെ വന്ന് ഒരു കലക്കണുണ്ട്. ഈ അസത്തെ എവിടെ പോയി കിടക്കുക? കിടന്ന് തൊള്ള തുറക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഗ്ലാസ് കരുതി കഴി വെക്കണി. ഈ അമ്മയുടെ ഒരു കാര്യം. ഹായ് രമണേട്ടനും മതിനേട്ടനും. ചേച്ചി വല്ലതും തിന്നാനെടുക്കും. നല്ല വിശപ്പ്. തിന്നാനൊന്നുമില്ല, തീർന്നു. അയ്യോ, ഈ ഷട്ടിലൊക്കെ എങ്ങനെ ചെലപ്പറ്റിയേ? പോരി നിങ്ങടെ അതല്ല കാളപ്പോരി എന്ന് വെച്ചാ
ജയന്റെ ശരപഞ്ചര സിനിമ ജയഭാരതി കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. ആ അതില് നമ്മുടെ ജയണ്ണൻ കുതിരയ്ക്ക് എണ്ണ തേക്കൂലേ, ആ, അതേപോലെ വിൽക്കാൻ കൊണ്ടുപോയ കാളയ്ക്ക് ഞാനൊന്ന് എണ്ണ തേച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു ഫൈറ്റ് അതിന് പറ്റിയതാ. അതിന്റെ ഉടമസ്ഥൻ വന്ന് ചവിട്ടി ചെളിയിലിട്ട് കാണും. ഉടമസ്ഥനേക്കാൾ ബുദ്ധിയാണ് കാളയ്ക്ക്. അതുകൊണ്ട് വന്ന വഴിയെ തിരിച്ചുപോയി. അയ്യ തലയിലെഴുത്തില്ലെന്നേ, ചന്തയിൽ കിടന്ന് വെറും മട്ടനാവാൻ അതിന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ മട്ടന്റെ കാര്യമൊന്നും പറയല്ലേ, എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എന്നാ നീ വാ, നമുക്ക് ആ ചെട്ടിയാര പറമ്പിൽ നിന്ന് 5-6 കരിക്കടത്തിട്ട് കുടിച്ചോണ്ട് കിടന്നുറങ്ങാ. അതെ, 2 മാസം വെട്ടി കഴിയേണ്ട കാശ് കിട്ടാണ്ട് 3 മാസം വാടക കുടിക്കുക വേറെ, എല്ലാം കൂടെ നാളെ തന്നെ തരണം. പിന്നെ പാത്തു അന്വേഷിച്ച് പറയാനും പറഞ്ഞു. കുട്ടി നിർത്തി പറയൂ, എന്നാലല്ലേ ശ്വാസം കിട്ടൂ. എന്റെ പൈസ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ രണ്ടിനും നാളെ ശ്വാസം ഉണ്ടാവില്ല. ശ്വാസം എല്ലാം എടുത്തോണ്ട് പോകൂ, ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കുമല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജയഭാരതി സ്വീറ്റ് ഡ്രീംസ് എന്ന് വെച്ചാ അത് അവക്കറിയാം. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. പോരാത്തതിന് വെളുത്തവാവും. എന്തുണ്ടായാലും ഇത്തവണ ഉത്സവം പൊടി പൊടിക്കും. ഈ കാര്യത്തിൽ മാത്രം വലിയ എന്റെ അടുത്ത് തർക്കിക്കരുത്. ഈ ഫോറിൻ അടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ. നീ പോടാ അവിടുന്ന്. നാടൻ കനാൽ പരിങ്ങിന്റെ സുഖം ഒന്ന് വേറെയാണ്, ചെലവും കുറവാണ്. കൊടുക്കണം. കുടുംബകാര്യമൊന്നും നോക്കാതെ വഴക്കും വക്കാണം പാട്ടും കൂത്തായിട്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നോ. ഞങ്ങള് കുടുംബകാര്യം നോക്കാൻ വേണ്ടി ഇറങ്ങായിരുന്നില്ലേ? അതല്ല പറഞ്ഞത്, ഉത്സവം വരികയാ. ഓർമ്മയുണ്ടോ രണ്ടാൾക്കും? ഓർമ്മയുണ്ടല്ലോ. അതെ. അല്ല, ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ശിവശങ്കരന്റെ അമ്മാവനാണ് അതിനുള്ള അവകാശം. 10-20 കൊല്ലം മുമ്പ് വീട് വിട്ടു പോയ ആൾക്ക് എന്തോന്ന് അവകാശം, ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ഉറപ്പില്ല. അതെ, അങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിക്കുന്ന കാര്യമേ ഇല്ല. അതുകൊണ്ട് ഇത്തവണത്തെ ഉത്സവത്തിന് അടുത്ത അവകാശി എന്ന നിലയ്ക്ക് വിളക്കെടുക്കുന്നത് ഞാനാ. അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത അവകാശി അച്ഛനാണ്. അച്ഛന് ഇതിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെ വിളക്കെടുക്കണം. ഏയ്, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, സമയമുണ്ടല്ലോ. ഒരു കെട്ട് ബീഡിതാടാ. ആ ഗോവിന്ദൻകുട്ടിയുടെ ശല്യം ഒന്ന് ഒതുങ്ങിയുള്ളൂ, അതുകൊണ്ട് ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല. അയ്യോ, ഗോവിന്ദൻകുട്ടിയെ ഒതുക്കിയത് ആനമുറ്റത്തുകാരാണെങ്കിലും ഞങ്ങള് പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിയാ തനിക്ക് കൊള്ളാം. ഇല്ലേ മദന? എടോ അസ്ഥി എണ്ണന്റെ വരും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം, അല്ലേ വല്യേട്ടാ? അല്ലാതെ ഇടിയുണ്ട്. വേണ്ട വേണ്ട വേണ്ട. അരിച്ചാക്കിന്റെ ഇടയിൽ കേറാതെ എലി പണി തരും. ഇനി വാ, ആ വാടക ഇങ്ങെടുക്ക. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞേ? കിളി പോലുള്ള 2 പെമ്പിള്ളേരുടെ ജാഥ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് എന്താ കിളി ഇതുവരെ വന്നില്ലേ? കല്യാണം കഴിക്കാത്ത വിഷമം ഉണ്ണിച്ചാട്ടന്മാർക്കേ അറിയൂ. അപ്പോഴാണ് അവന്റെ ഒരു കിളി പോലുള്ള ജാതം വെച്ച്. അത് പിന്നെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മച്ചി എന്നെ വിട്ടും. അത് പേടിക്കാൻ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ കിളി പോലുള്ള 2. മതി 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 മതി, കൂടുതൽ വിവരിക്കണ്ട. താൻ ഇപ്പൊ പറഞ്ഞ 2 കിളികളുടെ കാര്യം ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഒന്ന് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഈ കട ഒഴിഞ്ഞോണം. ഇപ്പൊ വേണ്ട, നാളെ മതി. എന്തിനാ ഉണ്ണിട്ട് നാളത്തേക്കാക്കണത്? ഇപ്പൊ തന്നെ അവന്റെ കൂടും കൊടുക്കുന്ന ഓടയിലേക്ക് എറിഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ വരാം. എന്നെ വല്യമ്മച്ചി വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. താൻ മാത്രം വന്നാ പോരാ, 2 കിളികളുടെ ജാതവും കൂടി കൊണ്ടുവരണം. കിട്ടുമെങ്കിൽ അവരുടെ ഫോട്ടോ. അപ്പൊ ഞങ്ങളോ? നീ വൈകിട്ട് വാറ്റുമായി വീട്ടിൽ. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാം. കേറി വാ. വലത് കാല് വെച്ച് കേറി. നിന്റെ കാലല്ല, കേറി വാ. ഉമ്മ എവിടെ? ഇപ്പൊ തന്നെ തരാം. ഉമ്മ തരല്ല, പാത്തുമ്മ താത്തന്നെ വിളി. പാത്തുമ്മ താത്ത, പാത്തുമ്മ താത്ത. ഓ, എത്ര താ? പാത്തുമ്മ താത്ത 5 താ. പാത്തുമ്മ താത്ത 5 താ. അതെങ്ങനെയാണ്? പാത്തുമ്മ 5 താ. പാത്തുമ്മ വന്നു. ഹലോ. ഞാൻ എടാ എടാ പന്നി. അയ്യോ, ഇത് പന്നിയല്ല, പശുവാ. കൗ കൗ. ഇനി എവിടുന്ന് മോഷ്ടിച്ചാ വേണ്ട നമുക്ക് കൊണ്ടുപോയിക്കോ അവിടുന്ന്. ഇനി ഇതിന്റെ പേരിൽ ആനമുറ്റത്താരം ഇവിടെ വന്ന് ബൈക്കിന് മക്കാനത്ത് നിക്കണല്ലേടാ. ഇവിടെ പശുവിനെയും വേണ്ട പന്നീനെയും വേണ്ട. അയ്യോ, അവിടെയാണ് താത്തക്ക് തെറ്റിയത്. ഒരു ബിസിനസ് നടത്തുമ്പോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടടാ. സോറി പാത്തുമ്മ താത്ത, ഇത് ആനമുറ്റത്തുള്ളതല്ല, ഇത് വേറെ മുറ്റത്തുള്ളതാ. ഈ കടമറ്റം എന്നൊക്കെ പറഞ്ഞു കേട്ട ഇതിന്റെ ഉടമസ്ഥൻ ഇവിടത്തെ വഴികളൊന്നും അറിയത്തില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് കറന്നോളി. കൊണ്ടുപോണേ ഇബ്ലീസുകളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഐശ്വര്യം ഇല്ലാത്ത ഈ പശുവിനെ മോട്ടിക്കണ്ടെന്ന്. രണ്ടുപേരും അവിടെ നിന്നേ. ഇപ്പഴെങ്ങനെയുണ്ട്? ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതെ, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ കായ് കൃത്യമായിട്ട് തിരിച്ചു തന്നേക്കണം, അല്ലേ നമ്മുടെ സ്വഭാവം അറിയാല. രമണ,
പാത്തുമ്മത്തള്ളയ്ക്കും ഈ പശുവിനെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും? അടിച്ചു മാറ്റിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ സോറിയും പറഞ്ഞു പോരും. എന്നിട്ട് വേണം അവരെന്നെ അവിടുത്തെ ചാണാ കുഴി ചവിട്ടി താക്കാൻ. നീ വേറെ വല്ലതും പറ. എങ്കിലൊരു പണിയായി. ഈ കയറിന്റെ അറ്റം നിന്റെ കഴുത്തെ കെട്ടി എന്റെ കൂടാർന്നോ? എടാ, ആനമുറ്റത്തുകാരെ അറിഞ്ഞാൽ ഇതും ഏറ്റുപിടിക്കും. ആനമുറ്റത്തുനിന്നൊന്നും വെക്കുകയല്ലല്ല. ഓ, അല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? എനിക്കൊരു ഐഡിയ. പറഞ്ഞ തൊലക്ക്. നീ ഈ പണ്ടാരത്തിന് ആ തെങ്ങിലോട്ട് കെട്ട്. എന്നിട്ട് നമ്മൾ മുങ്ങും. അല്ലാതെ കൂട്ടിരിക്കാൻ എവള് തന്നെ കുഞ്ഞമ്മയൊന്നുമല്ലല്ലോ. ഓ അല്ല, അതിപ്പോ ഈ കെട്ടിക്ക പിടിയടാ, കെട്ട്. ഇങ്ങോട്ട് വാ, കെട്ട്. അയ്യോ, വിളിച്ചോ? വിളിച്ചില്ല. എന്ത് പറ്റി രമണ? നിനക്കൊന്നും പറ്റിയോ? കൊറേത്തോളം കടിച്ചോ? ഹലോ, എന്താടാ ഇവിടെ? ഈ വഴി പോയപ്പോ തെങ്ങ് കണ്ടു. പശുവിനൊന്ന് കെട്ടി നോക്കാന്ന് കരുതി. കാണുന്ന തെങ്ങിലൊക്കെ നീ കേട്ടോടാ. കെട്ടാൻ പറ്റിയ തെങ്ങാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേ കെട്ടും. ഇവൻ പറഞ്ഞിട്ടാ. ആ ആനമുറ്റത്തുകാർ വന്ന് എന്റെ കഴുത്തെ പിടിക്കുന്ന കാണുമല്ലടാ. അയ്യോ, അതെന്തിനെ? അങ്ങനെ ആരും അഴിച്ചോണ്ട് പോടാ. പോട്ടെ. കൊണ്ടുപോടാ. ഈ തേങ്ങക്കൊക്കെ താങ്ങുമല്ലോ എങ്ങനെ? പോടാ. മോളെ വാ, മാമനോട് യാത്ര പറ, ടാറ്റ പറ. വാ. നല്ല ബെസ്റ്റ് പ്ലേസ്. അറ്റ കൈ പ്രയോഗമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ ഇതിനെ മട്ടനാക്കി വിളമ്പും. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കാലേ ചുറ്റിട്ട് അഴിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെ അഴിക്കണം. കണ്ടാ? നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. നോക്കി ആരും വരുന്നില്ല. ഇങ്ങനൊരു തള്ളു. ഇപ്പൊ കാലിൽ ചുറ്റഴിഞ്ഞില്ലേ നോക്കിയേ. ഇനി കൂടുതൽ നേരം ഞഞ്ഞാ പറയണ്ട. ഈ പറമ്പിന്റെ ഉടമസ്ഥനാകനെ കണ്ട കുഴപ്പാവും പറഞ്ഞു. അല്ല രമണ, ഈ കയറെന്തിനാ? അത് നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങിച്ചത്ത് കളിക്കാൻ. എങ്ങോട്ടാ ഇത്ര ധൃതി വെച്ച്? മനക്കിലെ ശേഖരമേനോന്റെ മൂത്ത മകളുടെ കല്യാണം ഉറപ്പിക്കലാ ഇന്ന്. നാട്ടുകാരുടെ മക്കളുടെ കല്യാണം ഉറപ്പിക്കാൻ എന്താ ഒരു ഉത്സാഹം? അതെ, നമുക്ക് മക്കളില്ലാത്തത് കൊണ്ടാ നാട്ടുകാരുടെ മക്കളുടെ കല്യാണത്തിനും പൊലകുളിക്കും ഒക്കെ പോകുന്നത്. അതെന്റെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ. ആരുടെ കുറ്റം കൊണ്ടായാലും ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് മക്കളില്ലെങ്കിലും നമ്മള് മക്കളെ പോലെ കരുതുന്ന. നമ്മളൊന്ന് വേണ്ട, ഞാനൊന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ മക്കളെ പോലെ കരുതുന്ന രാമകൃഷ്ണനും രാജീവനും ഓരോ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അതറിയോ? എടി നാവടക്കടി. ആനമുറ്റം തറവാട്ടില് ഈ ദാക്ഷായിനി അമ്മയുടെ ശബ്ദം മാത്രം കേട്ടാ മതി. ഇവിടുത്തെ പിള്ളേരെ കല്യാണം എന്ന് നടത്തണം, എങ്ങനെ നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. എനിക്കെന്റെ സൗകര്യം പോലെ ഞാൻ നടത്തും. ഇയാള് രാവിലെ കുറ്റം പറിച്ചോണ്ട് എങ്ങോട്ട് പോണു? ആരും ഇല്ല ഇവിടെ. എന്താടാ? നല്ല കിളി പോലുള്ള രണ്ട് പെൺപിള്ളേര്. അതെന്താടാ? അവർക്ക് കൊക്കുമാലൊക്കെ ഇല്ല. അമ്മച്ചിയുടെ ഒരു തമാശ. ആരാടാ നിന്റെ അമ്മച്ചി? ഈ വല്യച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? വീട്ടിലുള്ളവരോട് മെക്കിട്ട് കയറും പോലെ. നീ പോടി അപ്പുറത്ത്. പണ്ടേ ഞാൻ ഇവരെ നോക്കി വെച്ചിരിക്കുക. ഞാൻ അറിയാതെ ഇവിടെയുള്ള പിള്ളേർക്ക് കുറെ നാളെ ഇവൻ കല്യാണം ആലോചിക്കുക. നാട്ടിലുള്ള മറ്റുള്ളവർക്ക് കെട്ടി തീർന്നോടാ. എന്നാൽ അത് ആദ്യം ചെയ്യേ. കിളി പോലുള്ള പെൺപിള്ളേര് കാര്യം പറഞ്ഞ് മേലാൽ ഈ പഠിക്കകത്ത് കയറി പോരുത്. എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. ഓ അറിയാം. എന്നാ പോ. ഓ വരുന്നുണ്ട്. കുറേശ്ശെ വരുന്നുണ്ട്. അതല്ല, ബ്രോക്കർ വരുന്നുണ്ടെന്ന്. ഓ, ഞാൻ വിചാരിച്ച്. എന്തായി? നിങ്ങൾക്ക് മുലകുടി മാറിയില്ലെന്ന് ആ വല്യമ്മച്ചി പറയുന്നത്. അയ്യോ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്നെ വെറുക്കുകയും വരുത്. നിങ്ങളുടെ പെറ്റമ്മ തന്നെ നിങ്ങൾക്ക് പാരാ. അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ എന്നല്ല ഈ പഞ്ചായത്തിൽ ഒരു കല്യാണവും നടക്കില്ല. ഞാൻ പോകും. ദയവ് ചെയ്ത് എന്റെ സമയം പാഴാക്കരുത്. എന്തിനു പാഴ്ശ്രുതി നീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ. എന്തൊരു കുളിര്. രമണ, ആ യശോദ ചേച്ചിക്ക് വാട കൊടുക്കാൻ നീ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ? ഒരു വഴിയില്ല. അവര് നമ്മൾ ഇവിടുന്ന് ഒഴിപ്പിക്കും, അത്ര തന്നെ. നമ്മള് 2 മാസത്തെ ആഹാരത്തിന്റെ കാശ് അവർക്ക് കൊടുക്കാനുണ്ടാ? ഇത് കള്ളക്കണക്ക് എഴുതി കയറ്റിയതാ. കള്ളക്കണക്കൊന്നുമല്ല, തിന്നത് തന്നെ. 2 മാസത്തേക്കുള്ളത് 1 മാസം കൊണ്ട് തിന്നു.
നിന്റെ വയറല്ലേ? ആരുമില്ലേ ഇവിടെ? തട്ടപ്പാരയ്ക്ക് ഇറക്കി വിടാൻ യശോദ ചേച്ചി വന്നതായിരിക്കും. നമ്മൾ ഉറങ്ങിയെന്ന് വിളിച്ചു പറ. ഉറങ്ങിയവരെങ്ങനെയാടാ വിളിച്ചു പറയുന്നേ? എങ്കിൽ പുറവശത്തൂടെ ഇറങ്ങി ഓടാ. അതൊന്നും ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, യശോദ ചേച്ചിയുടെ കാല് വീണ് കരഞ്ഞു പറഞ്ഞു നോക്കാം. ദൈവത്തിന് സ്തോത്രം. എന്റെ നാമം തോമാസ് കുട്ടി. ഇത് പറയാനാണ് ഈ പാതിരയ്ക്ക് വന്നത്? കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളുടെ പശു തിരിച്ചെത്തിയിരിക്കുന്നു. എന്റെ അമ്മോ എവിടെ? ഇതാ നിൽക്കുന്നു, സന്തോഷിപ്പിൻ. ഇന്ന് നിങ്ങൾ ഈ മിണ്ടാപ്രാണിയെ തെളിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. സായാഹ്നത്തിൽ ഞാൻ ഭവനത്തിലെത്തിയപ്പോൾ എന്റെ മുറ്റത്ത് വീണ്ടും ഇതിനെ കാണാനിടയായി. പരമകാരുണികനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാവാം ഇതിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. സഹോദരന്മാരുടെ നാമം? ഇത് രമണ സഹോദരൻ. ഇത് മദന സഹോദരൻ. വെരി ഗുഡ്. ഇനിയെങ്കിലും ഇതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പിൻ. ലോകരക്ഷകൻ യേശു നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഞാൻ ഇറങ്ങുന്നു. സഹോദര ഒന്ന് നിന്നേ. എന്ത്? സഹോദരന്റെ തിരുനാമം ഒന്നുകൂടി ഉരിയാടാമോ? ആടാം. തോമാസ് കുട്ടി. തോമസ് കുട്ടി സഹോദര, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ? അതെ. ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലും എടുത്തോണ്ട് പോടാ നിന്റെ പശു. പ്ലീസ്, വയലന്റ് ആവരുത്. സമാധാനം. അല്ല ഉപദേശി നിയന്ത്രിച്ചില്ലേ? വാ വാ. എനിക്കൊരു അടിയിലെ കുറവുണ്ടായിരുന്നു. ഇപ്പോഴെന്തു സുഖം. വല്യച്ഛനെ മനസ്സിലായോ? ഇല്ല. ഞാൻ വല്യച്ഛയുടെ അനിയൻ ശങ്കരനാണ്. ഈ തറവാട്ടിലെ ശിവശങ്കര മേനോൻ. എനിക്കിങ്ങനെ ഒരു അനിയനും ഇല്ല, ആനമുറ്റത്ത് ഇങ്ങനെ ഒരു ശിവശങ്കര മേനോനും ഇല്ല. ഉണ്ടായിരുന്നു 22 വർഷം മുമ്പ് ഈ പറഞ്ഞ ആള് മരിച്ചുപോയി. പശുവായെങ്കിൽ പിന്നെ ഈ നിക്കണത് ബാലരാമൻ നായരോട് ചോദിച്ചില്ല. അകത്താനും പോയിരിക്കും. ദേവി, ഏട്ടാൻ എന്നെ വിളിക്കണമെങ്കിൽ നീ സുജാതയാണ് അല്ലേ എന്റെ പൊന്നഞ്ചത്തി? നിനക്ക് ഓർമ്മയുണ്ട് ഏട്ടനെ? എവിടായിരുന്നു ഏട്ടൻ ഇത്രയും കാലം? അതൊക്കെ വിസ്തരിച്ചു പറയേണ്ട കാര്യങ്ങളാണ്. ആദ്യം എനിക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് കുളിക്കണം. ഇന്ന് ലേശം കഴിഞ്ഞു. എന്നിട്ട് എന്റെ ആ പഴയ മുറി കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഏട്ടൻ വന്നോളൂ. രാമകൃഷ്ണനുണ്ണിയും രാജീവനുണ്ണി. ആ ഉണ്ണിക്കുട്ടന്മാരെന്താ മാറിയെന്ന് കളഞ്ഞേ? ഏട്ടൻ വന്നോളൂ. ആ രാവിലെ കാണണം എല്ലാരെയും. വേണ്ട. എനിക്ക് ബലമായ സംശയമുണ്ട്. കൂടുതൽ ബലം പിടിച്ച് സൂചി ഓടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല, ഈ വന്നിരിക്കുന്ന ശിവശങ്കര മേനോൻ 22 വർഷം മുമ്പ് ഇവിടുന്ന് മുങ്ങിയ ശിവശങ്കര മേനോൻ തന്നെയാണോ? താത്താ, ഇത് വല്ല CID മറ്റോ ആയിക്കൂടെ? പിന്നെ ആനമുറ്റത്തുകാരുടെ പുറകെ നടക്കലല്ലേ CID മാരുടെ പണി. CID മാരെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇവനേക്കാൾ കൂടുതൽ CID-കളെ എനിക്കറിയാം താത്ത. CID നസീർ, CID ശൗന്തള, CID ഉണ്ണികൃഷ്ണൻ BA BEd, ഇവരെയൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അത് കൊള്ളാം. എന്റെ ഫാമിലി ഫ്രണ്ടുകളെ കുറിച്ച് എനിക്കറിയാം. ഒന്നും മിണ്ടാണ്ടിരിക്കണടാ മക്കളെ. ഇത് ഓൻ തന്നെ, ഒരു സംശയവും വേണ്ട. അതെ, ആളെങ്ങനെ സുന്ദരനാ? ആണോന്നോ? സുന്ദരന്മാരിൽ സുന്ദരൻ. ആ 50 വർഷം മുമ്പ്. ഇപ്പതാ ദൈവനെ പോലെ ഇരിക്കും. അല്ലെങ്കിലും ഈ ജയഭാരതി ചങ്കിക്കൊള്ളണ ചോദ്യങ്ങളെ ചോദിക്കൂ. ഒരു ചായതായ ശോതെ, എന്തൊരു ചൂട്. രാവിലെ ആരെ കുഴിയിലിറക്കാൻ പോയി? ഞാൻ നമ്മുടെ ആനമറ്റം വരെ ഒന്ന് പോയതാ. ശിവശങ്കരമേനോൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് കാണാൻ പോയതാ. എന്തോ ഒരു വശപ്പിശക്. തറവാടിനകത്ത് കയറിയില്ലെങ്കിലും റോഡിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാ. അതുണ്ടാവും. ഇനിയിപ്പോ ഉത്സവത്തിന് വിളക്കെടുക്കുന്നത് അങ്ങയുടെ അവകാശമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ചൊറിയും. അപ്പൊ ഈ ഉത്സവത്തിന് അഡീഷണൽ ഒരു വെടിക്കെട്ടൂടി നമുക്ക് പ്രതീക്ഷിക്കാം.
കാണാൻ നല്ല ശേലായിരിക്കും. നമ്മളെ കൊണ്ടാവുന്നത് നമുക്കും ചെയ്യാം. അതെ. ഉത്സവം പൊടിപൂരമാവട്ടെ. പിന്നെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഏട്ടൻ എന്നേലും ഒരു ദിവസം തിരിച്ചു വരാന്ന്. എന്തോ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചത്തുപോയി എന്നാവും എല്ലാവരുടെയും വിചാരം അല്ലേ? അയ്യോ അങ്ങനെയൊന്നുമല്ല. ആണ്. 10-22 കൊല്ലമായി നാട് വിട്ടുപോയ ഒരുത്തൻ ഇത്രയും കാലമായിട്ടും തിരിച്ചു വരാത്തപ്പോ എല്ലാരും അങ്ങനെ തന്നെ കരുതുക. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം തിരിച്ചു വരണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചത്. എന്തായാലും ഇനി ഏട്ടൻ തിരിച്ചു പോണ്ട. അവിടെയുള്ളവരെയൊക്കെ ഇങ്ങോട്ട് വരുത്തിയാ മതി. ആ അവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞില്ലല്ലോ. ഏട്ടത്തിയമ്മ, പിന്നെ മക്കള്. അതൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോ വന്നതുപോലെ അവരൊരു ദിവസം വരും. അതുവരെ അക്കാര്യമൊക്കെ സസ്പെൻസ് ആയിരിക്കട്ടെ. അപ്പോ ഇത്തവണ ഉത്സവത്തിന് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്തവണ വിളക്കെടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? എടുക്കെടുക്കും. അതിനിച്ചിരി പുളിക്കും. ആനമുറ്റം തറവാട്ടിലെ വിളക്ക് ആരെടുക്കണമെന്ന് ഈ ദാക്ഷായണി അമ്മയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ വല്ലയിടത്തൊന്നും വലിഞ്ഞു കയറി വന്ന കണ്ട തെണ്ടികളല്ല അത് തീരുമാനിക്കാൻ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. എന്നോടാവും വല്യച്ചി വിളിച്ചു കൂവിയത്. ശരി, സമ്മതിച്ചിരിക്കുന്നു. അതിന് വെച്ച വെള്ളം ഞാൻ ദാ വാങ്ങി വെച്ചിരിക്കുന്നു. ആറുമ്പോ ചേച്ചി ആ വെള്ളത്തെ നന്നായിട്ടൊന്ന് കുളിക്കേ. ഉത്സവത്തിന് ഞാൻ വിളക്കെടുക്കാൻ വരുമ്പോ തലയൊക്കെ ഒന്ന് തണുക്കട്ടെ. ഞാൻ വിളക്കെടുക്കാൻ വരും. ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ ഉണ്ടാവും. അല്ല തിരുമേനി, ആനമുറ്റത്ത് ശിവശങ്കരമേനോൻ തിരിച്ചു വന്നു എന്ന് കേട്ടു. അതെ, ഇന്നലെ തിരിച്ചു പോവുകയും ചെയ്തു. ഉത്സവത്തിന് കുടുംബമൊക്കെ ആയി തിരിച്ചെത്തുന്നാ പറഞ്ഞേ. അപ്പോ ഉത്സവത്തിന് വിളക്കെടുക്കുന്ന മൂപ്പര് തന്നെ ആയിരിക്കുമല്ലോ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. മൂപ്പരുടെ വരവ് തറവാട്ടിൽ ആകെ പ്രശ്നമായിട്ടുണ്ട്. എന്റെ ദേവി, 5 കൊല്ലത്തിലൊരിക്കൽ നടക്കണ ഉത്സവ. എല്ലാം ഭംഗിയായ മതിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇത് നമ്മുടെയും കൂടി കാര്യമാണെന്ന്. 5 വർഷത്തിൽ ഒരിക്കലാ ഉത്സവം. അതലങ്കോലമായ പിന്നെ നമ്മുടെ നാട്ടുകാർക്കല്ല എന്റെ ക്ഷീണം. എന്ന് വെച്ചോണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതിന് അതിന്റേതായ രീതികളൊക്കെ ഇല്ലേ? എന്തായാലും ഇത്തവണത്തെ ഉത്സവത്തിന് വല്ലതും നടക്കുന്ന ലക്ഷണമുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുക, ആ വിളക്കെടുക്കുന്നതിന് ഇത്രയും വലിയ അടിയും പിടിയൊക്കെ എന്തിനാ? ആരെങ്കിലും ഒന്നെടുത്ത് തോളി വെച്ചു വന്നാ പോലെ. അതല്ലടാ അതിന്റെ കാര്യം. ആനമറ്റം തറവാടിന്റെ തെക്കേമടുത്തിരിക്കുന്ന വിളക്കെടുത്ത് അമ്പലത്തിൽ കൊണ്ടുവന്ന് കത്തിക്കുന്ന ആളാ അടുത്ത 5 വർഷത്തേക്ക് തറവാടിന്റെ മുഴുവൻ അവകാശി. എന്തോരം സ്വത്താ തറവാട്ട് വകയിലുള്ളത്. അത് ശരി. അപ്പൊ ഭക്തിമൂത്തട്ടൊന്നുമല്ല. പിന്നെ അത് ശരിയാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം മുങ്ങി നടന്ന ശിവശങ്കര മേനോൻ ഈ ഉത്സവം അടുത്തപ്പോ ഒന്ന് വിളക്കെടുക്കണം, ആനപ്പുറത്ത് കാണണം എന്നൊക്കെ പറയണ എന്തിനാ? ഏതായാലും മൂപ്പ് മുറിയും നോക്കുമ്പോ എന്തോന്ന് മൂപ്പ് മുറയും. ഇത്രയും കാലം തറവാട്ടിലെ കാര്യങ്ങൾ നോക്കിയെടുത്തത് വല്യുണ്ണി ചേട്ടനും കുഞ്ഞുണ്ണി ചേട്ടനാണ്. അപ്പൊ അതിന്റെ അവകാശം അവരിൽ രണ്ടിലൊരാൾക്ക് തന്നെ. അപ്പൊ പിന്നെ അവരിൽ ആര് വേണമെന്നാവും അടുത്ത പ്രശ്നം. അല്ല, ഈ വിളക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചെടുത്തൂടെ? വിളക്ക് മാത്രമല്ല, ഈ ലോകത്ത് ഒരു സാധനം രണ്ടുപേർക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. കുറെ നാളായി നിന്നോട് പറയണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്ത് കാര്യം? വിളക്കിന്റെ കാര്യം. ഏത് വിളക്ക്? ഈ വിളക്ക് തന്നെ. അതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഏത് വിളക്കിന്റെ കാര്യം പറയണേ? ആ വിളക്ക് തന്നെ, ഈ വിളക്ക്. അത് ഞാനല്ലല്ലോ എടുക്കുന്നത്. അല്ലെന്നോ? അപ്പൊ അത് എടുക്കാൻ നോക്കിയതോ? എപ്പോ? ഇപ്പൊ രണ്ടാളും പോട്ടെ പോട്ടെ. ആ ഇതിന് ബദലിട്ടില്ലേ? പോടാ. ഇത്രയും കാലം ഇല്ലാത്തൊരു പതിവ് ഇവിടെ നടക്കില്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്തോന്ന് തേങ്ങ ഇടുന്നോ? തെങ്ങുണ്ടായ കാലം മുതൽ ആളുകൾ തേങ്ങ ഇടല്ലേ. അതിപ്പോ എന്താ അത്ര പുതുമ? അല്ല, എനിക്കൊരു സംശയം. ഈ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായ തേങ്ങ, പിന്നുണ്ടായെന്ന് ഇപ്പൊ ഓല വലിക്കണം. തേങ്ങയുടെ കാര്യം കള. ഞാൻ ഉദ്ദേശിച്ചത് ശിവശങ്കരനളിയന്റെ കാര്യമാണ്. ഇത്രയും കാലമില്ലാതെ ഇപ്പൊ കുടുംബസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറി അധികാരം കയ്യിലെടുക്കാനുള്ള ഏർപ്പാടേ. അതെ, അത് വലിയ പ്രശ്നം അല്ലേ? അതെ, പ്രശ്നം. ഞാനത് അന്നേ നിങ്ങളോട് പറയാൻ വന്നതാ. നിങ്ങൾക്കാകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അതെ, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ വലിയേട്ടാ? പിന്നെ നമുക്കൊന്നിച്ചു നിന്നാൽ അളിയന്റെ ഈ നീക്കം മുളയിലേ നുള്ളിക്കളയാം. മുളയിലെ നുള്ളിക്കളയുന്ന എന്തിനാ? മൂടോടെ വലിച്ചു പിടിച്ച് ആറുത്ത് പീസ് പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ച് പറടാമല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ശിവശങ്കരന്റെ അമ്മാവന്ന് ഈ തറവാടിന്റെ അധികാരം ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പോരെ ചിറ്റപ്പം പോയി അടുക്കളയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചു. അറിയാത്ത പിള്ളക്ക് ചൊറിയും പാറിയും
എവിടെങ്കിലും ഒക്കെ ചൊറിച്ചിൽ കാണും. ഈ ചൊറിയാണോ ചെരങ്ങാണോ ആദ്യം ഉണ്ടായത്? അല്ല, കൊരങ്ങാണ് ആദ്യം ഉണ്ടായത്. ഓല വലിക്കടാ. ബാലരാമൻ നായർക്ക് ഒരു ടെലിഗ്രാം ഉണ്ട്. എളയച്ചാ, കമ്പി 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 എന്താടാ കമ്പി. നീ അങ്ങോട്ട് കൊടുക്കാൻ പൊട്ടിച്ച് വായിക്കട്ടെ. വായിക്കും. ഒപ്പട്ടെ. എവിടെ? എന്താ എന്തടാ എന്ത് പറ്റി? നമ്മുടെ ആനമുറ്റത്തെ ശിവശങ്കര മേനോൻ മരിച്ചു എന്ന് കമ്പി വന്നു. ഇത്രമാത്രം കരയാൻ നിന്റെ ആരാ ചത്തെ? ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ വീട്ടിൽ ഒരാൾക്കും അറിയില്ല. മരിച്ചത് എന്റെ ഏട്ടനാ. ഏട്ടൻ കുടുംബത്തിന് അപമാനം മാറ്റി വെച്ച് ഇറങ്ങിപ്പോയ ഏട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? വീടിനും വീട്ടുകാരെയൊക്കെ എന്തേ എത്ര നാൾ ഓർത്തില്ല എന്ന് പറഞ്ഞ രക്തബന്ധം കഴുകി കളയാൻ പറ്റുമോ? വേണമെന്ന് വെച്ചാൽ രക്തബന്ധം എന്നല്ല, എന്ത് ബന്ധവും കഴി തുറച്ച് കളയാം. എന്ത് എളുപ്പം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇളയമ്മ ഒരു മന്ത വെള്ളത്തിൽ ഈ ബന്ധം കഴുകി കളഞ്ഞിരുന്നെങ്കിൽ ഈ മച്ചിന്റെ താഴെ മീശയും പിരിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നോ ചിറ്റപ്പ? നീ കൂടുതൽ സംസാരിക്കണ്ട. ചിറ്റപ്പനും കൂടുതലൊന്നും സംസാരിക്കാൻ മതി. വെറുതെ അതും പറഞ്ഞ് പരസ്പരം പിണങ്ങണ്ട. അമ്മാവൻ മരിച്ച സ്ഥിതിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉത്സവം മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ശരിയാ, 41 കഴിയുന്നവരെങ്കിലും ഉത്സവം മാറ്റി വെക്കന്നെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് 22 കൊല്ലം മുമ്പാവും മരിച്ചു. അന്നേ മനസ്സുകൊണ്ട് അവന് പിണ്ടവും വെച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ ഉത്സവം മാറ്റി വെക്കേണ്ട കാര്യമില്ല. നായരെ, താൻ നാളെ തന്നെ ചെന്ന് ആ ജോത്സ്യനോട് ഇതുവരെ വരാൻ പറ. കുറെ കാലമായിട്ട് തറവാടായിട്ട് മേനന് ഒരു ബന്ധവുമില്ലായിരുന്നു. എന്നാലും രക്തബന്ധം അത് കഴുകിക്കളയാൻ പറ്റില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇപ്പൊ ഉത്സവം നടത്താൻ പറ്റിയ അവസ്ഥയാണോന്ന് ജോത്സ്യർ പ്രശ്നം വെച്ചൊന്ന് നോക്കണം. പിന്നെ വിളക്കെടുക്കുന്ന കാര്യത്തിലും കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങളാ. ആചാരവിധി പ്രകാരം തെളിയുന്ന കാര്യങ്ങളാവുമ്പോ തർക്കങ്ങളൊക്കെ താനെ ഒഴിവായിക്കോളും. അതുകൊണ്ട് ജോത്സ്യര് തറവാട് വരെ ഒന്ന് വരണം. അതിനെന്താ, ആവാലോ. പ്രശ്നം വെച്ച് ഉത്സവ തീയതി അങ്ങ് നിശ്ചയിക്കാം. തർക്കങ്ങളൊക്കെ തീർന്ന് ഉത്സവം കെങ്കേമമായിട്ട് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ. ഒന്ന് അനങ്ങി വാടേ. താങ്ക് യു. എടാ മദന, ഈ മോഷണം ഒരു കുറ്റാണോ? ആണെന്നാ തോന്നുന്നത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ആരും ഒരു വസ്തുവും വാങ്ങുന്നില്ലല്ലോ. ഓടക്കുടൽ ഊതി ആടുകളെ മേച്ചടക്കേണ്ട ഈ രമണൻ കന്നുകാലികളെ മോട്ടിച്ചടക്കുന്നു. ഇങ്ങനെ പോയാ നമ്മുടെ കഞ്ഞൂരി മുട്ടോന്നല്ല മുട്ടി. ഈ കുടിക്കുന്ന കള്ളിന് കൊടുക്കാൻ കാശില്ലെന്ന് അറിയോ നിനക്ക്? കാശുണ്ടേലും നമ്മൾ കുടിക്കും, കാശില്ലേലും നമ്മൾ കുടിക്കും. അതെ, കാശ് ഉള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തതിനേക്കാൾ നല്ലത്. അപ്പൊ പിന്നെ കാശ് ഉള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തത്. വലിയ വലിയ വരണം വരണം, ഇങ്ങോട്ടിരിക്കാം. ഇരുത്തണ്ട വാടക കാശെടുക്ക. ഉണ്ണേട്ടാ, താങ്ക് യു. എന്തിന്? അന്നൊരിക്കൽ ഗോവിന്ദമൂട്ടരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെ ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തില്ലേ, അതിന് അപ്പപ്പ കിട്ടുന്ന അടിക്ക് അപ്പപ്പ താങ്ക്സ് പറയണം, അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുൻകൂറായിട്ടൊരു താങ്ക്സ് പറയാം. എന്തിന്? ഇപ്പൊ മോന്തിയ കള്ളിന് കൊടുക്കാൻ കാശില്ല. ഈ മീശാരെ കയ്യിൽ നിന്ന് അടി ഉറപ്പാ. നീ എത്ര വെച്ചു? ഞാൻ 4. നീയോ? ഞാൻ 3 കുപ്പി 7 മുട്ടയും. അയ്യോ പാവം പാവങ്ങൾ. ഇവരുടെ കാശ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടി കൊടുത്ത് മേടിച്ചോ. എന്തിനാടാ കാൽ കാശല്ലാതെ ഷാപ്പിൽ കയറി ഇറങ്ങുന്നേ? ഇവന്മാരുടെ കൂമ്പ് പിടിച്ചിലക്ക് കാശ് വാങ്ങിച്ചോ. എന്നാണ് ഉത്സവം കൊടിയേറേണ്ടതെന്ന് പ്രശ്നത്തിൽ തെളിയുന്നുണ്ടോ ജോത്സരെ? വരട്ടെ. അതിനു മുമ്പ് വിളക്കെടുക്കുന്നതിനുള്ള യഥാർത്ഥ അവകാശിയായ അളിയൻ മരിച്ചുപോയതുകൊണ്ട് അടുത്തതാരാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണം. അതെ, അത് കഴിഞ്ഞിട്ട് ഉത്സവത്തേക്ക് നിശ്ചയിച്ചാൽ മതി. അതിനിപ്പോ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? എന്റെ മകൻ രാമകൃഷ്ണൻ തന്നെയായിരിക്കും ഇത്തവണ വിളക്കെടുക്കുന്നത്. അയ്യടാ, അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഏട്ടൻ മരിച്ച സ്ഥിതിക്ക് അടുത്ത അവകാശം ഞാനാ. ആ അവകാശം ഞാൻ എന്റെ മകന് കൊടുക്കുകയാണ്. അവനാ ഇത്തവണ വിളക്കെടുക്കണത്. അമ്മ, ഇത് ദൈവത്തിന്റെ കാര്യമാണ്.
ഇതിനെങ്കിലും തമ്മിൽ വഴക്കടിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ ദേവു രാജീവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അതെ, എല്ലാവരോടും കൂടി പറയുക, അളിയൻ മരിച്ചതുകൊണ്ട് ഇക്കൊല്ലം വിളക്ക് ഞാൻ എടുക്കും. ഞാൻ എന്നാ വിളക്കെടുക്കേണ്ടത് പറഞ്ഞോ? ആ പൂതിയകം മനസ്സിൽ വെച്ചോണ്ടാ മതി ഹരീന്ദ്രൻ നായരെ. ഇത് ഞങ്ങളുടെ തറവാട്ടുത്സവമാണ്. താനേ സംബന്ധക്കാരനാ, മനസ്സിലായോ? ഓ, മനസ്സിലായി. മക്കളെ കൊണ്ട് വിളക്കെടുപ്പിച്ച് 5 കൊല്ലം തറവാട്ടിക്കരയിൽ നിന്ന് ഭരിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. വിളക്കെടുക്കുന്നതിനെ ചൊല്ലി ഇവിടെ ആരും തമ്മിൽ തല്ലണ്ട. ആരാ വിളക്കെടുക്കേണ്ടെന്ന് പ്രശ്നത്തിൽ തെളിയട്ടെ. അതെ, അതാ നല്ലത്. ഇനിയിപ്പോ വല്യേട്ടനാണ് വിളക്കെടുക്കേണ്ടതെന്ന് തെളിഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം അത് പ്രശ്നം വെച്ചോളൂ ജോത്സരെ. പ്രശ്നത്തിൽ കാണുന്നത് ഈ കുടുംബത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു പുരുഷ പ്രജ വിളക്കെടുക്കണമെന്നുള്ളതാണ്. അതെന്റെ മകൻ രാജീവനാ. എല്ലാ ഈശ്വരാനുഗ്രഹം. ഒന്നുകൂടെ നോക്കണോ? വേണ്ട അല്ലേ? ഇനി ഉത്സവത്തിന്റെ തീയതി കുറിച്ചാട്ടെ. ഈ വരുന്ന കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഉത്സവത്തിന് കൊടിയേറാം. അത് നടക്കില്ല. ഞാൻ ജയലക്ഷ്മി, ഇവിടുത്തെ മരിച്ചുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ ജയലക്ഷ്മി മേനോൻ. ഇക്കൊല്ലത്തെ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ട യഥാർത്ഥ അവകാശി. പക്ഷേ അച്ഛൻ മരിച്ചിട്ട് അധിക ദിവസമാകാത്തതിനാൽ 41 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മതി ഉത്സവ തീയതി തീരുമാനിക്കുന്നത്. വഴിയെ പോയ ഏതെങ്കിലും അലവലാതിക്ക് വന്നു കയറി നിറങ്ങാനുള്ളതല്ല ആനമുറ്റം തറവാട്. ആനമുറ്റത്തുകാരെ എന്ന് ഉത്സവം നടത്തുന്നത് തീരുമാനിക്കാൻ നീ ആരടി? ഞാനല്ല തീരുമാനിച്ചത്. 41 ദിവസത്തേക്ക് ഉത്സവം നടത്തുന്നത് കോടതി തടഞ്ഞിരിക്കുക. കോർട്ട് ഓർഡർ. എടി സുജാതെ, നീ ആരോട് ചോദിച്ചിട്ടാടി ആ മൂദേവിക്ക് മുറി തുറന്നു കൊടുത്തത്? എന്തിനാണ് ആണുങ്ങളെന്ന് പറഞ്ഞു നിൽക്കണേ? പോയി വിളിച്ചിറക്കി കൊണ്ടുപോടാ അവളെ. അമ്മ എന്തോ വിചാരിച്ചേ? ആനമുറ്റത്ത് ആൺകുട്ടികളില്ലാന്നോ? ഞാൻ വിളിച്ചു. എന്നാ ചെല്ല്. വല്യമ്മ എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും നീ അറിയില്ല. എന്താ 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 നിങ്ങൾക്ക് അറിയണ്ടേ? എന്ത് ധൈര്യത്തിലാണ് നീ ആ മുറിക്കകത്ത് കയറി താമസിക്കുന്നേ? മരിച്ചുപോയ എന്റെ അച്ഛന്റെ മുറിയെന്ന ഒറ്റ ധൈര്യത്തിൽ. ശിവശങ്കരൻ പിന്നെ ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ശിവശങ്കര മേനോനെ തന്നെ നിങ്ങൾക്കാർക്കും അറിയില്ല. പിന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെ. അതേടി, നിന്നെയും അറിയില്ല, നിന്റെ തന്തയും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല ഞാൻ. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുൻപ് ഈ തറവാട്ടിലെ ഉത്സവത്തിന് വിളക്കെടുക്കണമെന്ന്. ദൈവം അച്ഛൻ അതിനെ സമ്മതിച്ചില്ല. അച്ഛന്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് കഴിയുന്നത് വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും. ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കേണ്ടത് ഞാനാണെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ആ അവകാശം തട്ടിയെടുക്കാനാണ് നീ വന്നത്. പാരമ്പര്യമായി എനിക്ക് മാത്രം കിട്ടിയ അവകാശത്തിന് മുന്നിൽ നിങ്ങൾ പ്രശ്നം വെപ്പിച്ചെടുത്ത അധികാരം ഒന്നുമല്ല. എന്റെ മരിച്ചുപോയ അച്ഛൻ സാക്ഷിയായി ഞാൻ പറയുക, ഉത്സവം നടക്കുമെങ്കിൽ വിളക്കെടുക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. എങ്കിൽ അത് എന്നെ ഒന്ന് കാണണമല്ലോ. കാണാം. എന്താ പ്രേമലേഖനം വായിച്ച് രസിക്കുകയാണോ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെയുള്ള പ്രേമലേഖനമാണ്. രണ്ടുപേർക്കും കൂടി ഒരു ലേഖനോ? പ്രിയപ്പെട്ട ആനമുറ്റത്തെ ഉണ്ണിമാർ അറിയുന്നതിന് അമ്മാവന്റെ മകളായി തറവാട്ടിൽ അവതരിച്ചിരിക്കുന്ന ജയലക്ഷ്മി വേഷമാണ്. അവളുടെ ഉദ്ദേശം തറവാട് സ്വത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കുക എന്നുള്ളതാണ്. ജാഗ്രത, ഒരു അഭ്യുദയകാംക്ഷി. ഇതാരാ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ തന്നയച്ചത്? അയാളെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടൊരു ഗുജറാത്തി കട്ടുണ്ട്. മെലിഞ്ഞ് നീണ്ടൊരു കുറ്റിത്താടിക്കാരനായിരുന്നു. താടിയില്ല. താടിയുണ്ട്. താടിയില്ല. താടിയുണ്ട്. യാതൊരു പരിചയമില്ലാത്തവന് ലെറ്റർ മേടിച്ചോണ്ട് വന്നിട്ട് ഇതുപോലെ ലെറ്റർ പോകുമ്പോയിരുന്നു ഇപ്പൊ പൊട്ടി തെറിച്ചേനെ. പണ്ടം കൊണാപ്പിള അലവല. എന്നാലും ആരായിരിക്കും ആ അഭ്യുദയകാംക്ഷി? അതിനെ കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട. എത്രയും പെട്ടെന്ന് നീ തറവാട്ടിൽ നിന്ന് ആ പെണ്ണിനെ ഇറക്കി വിടണം. വരട്ടെ.
ഈ ഊമക്കത്തൊരു തെളിവാക്കാൻ പറ്റില്ല. ശരിയായ തെളിവുകൾ ശേഖരിച്ച് അവൾ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു വിട്ടാ മതി. എന്റെ അനിയനാണെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്. അതെ, അതെ. എന്തിനാണ് അതേന്ന് പറഞ്ഞത്? എതിരെ വരുന്നവരൊക്കെ മാറിക്കോ, മാറിക്കോ. ചേട്ടന്മാരെ മാറിക്കോ. പറഞ്ഞ വിചാരി എന്തായി? സംഗതി ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചത്? പറ. ഇങ്ങനെ ഈ കാലി കുപ്പി അറയിലച്ചത്. അല്ല ഉണ്ണിച്ചേട്ടാ, കുപ്പിയിൽ ഇറക്കാന്ന് കേട്ടിട്ടില്ലേ? അതിനുള്ള ഉപകരണമായത്. അതിനവൾ ഇതിനകത്ത് കൊള്ളൂ. ഇനി അഥവാ അവളെ അതിനകത്ത് കുത്തിക്കയറ്റി അതിന് എന്ത് ചെയ്യാനാ? അവളെ കേട്ടാനല്ല, പിന്നെ അവളെ രക്തം ഊറ്റിയെടുക്കാനാ. രക്തം ഊറ്റിയെടുക്കാനോ? എന്തിന്? അവളുടെ അച്ഛൻ ആനമുറ്റത്ത് ശിവശങ്കര മേനോൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പുതിയൊരു പരീക്ഷണമുണ്ട്. IRDP എന്നോ മറ്റാണ് അതിന്റെ പേര്. അവളുടെ രക്തം കൊണ്ട് കൊടുത്താൽ മതി, തന്തേനെ അവര് കണ്ടുപിടിച്ചോളും. എന്റെ അമ്മൂമ്മയുടെ IRDP രണ്ടും ഒന്ന് സ്ഥലം വിട്ടോ. അല്ല അല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. അവള് കിടന്നുറങ്ങുമ്പോ കയ്യോ കാലോ വെട്ടി കുറെ രക്തം ഞങ്ങൾ ഊറ്റിയെടുത്തോളാം. കയ്യും വെട്ടണ്ട, കാലും വെട്ടണ്ട. അവൾ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ സമാനായി. നമ്മൾ മെനക്കെട്ടത് വെറുതെ. പോക്കത്തന്നെ കാണിക്കരുത്. ആ ചാള പറയുന്നതിന്റെ അവിടെ പറങ്ങി മാങ്ങിയിട്ട് മാറ്റിയാൽ നല്ല അസൽ കനാൽ പരിങ്ങിയിട്ടും ഒരു വാങ്ങിച്ചോണ്ട് വിട്ടു. ബ്രേക്ക് കൂടെ നന്നായിക്കോ. ഞങ്ങൾ ചവിട്ടുന്നില്ല. പിന്നെ ചുവന്നോണ്ട് പോവാടാ. തുപ്പാക്കി, എടാ തുപ്പാക്കി, ഇവനിത് എവിടെ പോയി കിടക്കണ്? വിളിച്ചായിരുന്നോ? വേഗം പോയി ആ കോളാമ്പി എടുത്തിട്ട് വേണം. അത് ഇവിടെ ഒന്നും കണ്ടില്ല. അതെ, ഇതിവിടെ ചുമ്മാ ഇരിക്കില്ലേ? അവരടുത്ത് തിരിച്ചു വെച്ചങ്ങ് തുപ്പിയാ പോരെ? പോയി കോളാമ്പി എടുത്തിട്ട് വേണം. അതന്നെ പാതി പോയി കാണും. കഴുത തിന്ന് മുടിപ്പിച്ച് നടക്കാൻ കൊള്ളാം. നീ എങ്ങോട്ട് പോണു? കുളിക്കാൻ. എന്താ പോരുന്നോ? ഉവ്, ഇഞ്ചിയും താളിയും ഒക്കെ ആയിട്ട് ഞാനും നിന്റെ കൂടെ പോരാം. തോഴിയായിട്ട് നീരാടാനേ. ഈ വല്യച്ഛക്കൊന്നും ഉണ്ടായിരുന്നു ഇവിടെ. മോള് പോയി കുളിച്ചോ, ഞാനും വരണോ? വേണ്ട. കൂടെ പോകാഞ്ഞത് എന്തേടി? ചെന്ന് കുളിപ്പിച്ച് തോർത്തി കൊടുത്ത് കൊണ്ടുവന്ന് തൊട്ടിലും കെട്ടി ആട്ടി കൊടുക്കാൻ മേലായി. അതെ, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അതിന് നമ്മൾ ആദ്യമായിട്ടല്ലോ പരിചയപ്പെടുന്നത്. അല്ല, കുട്ടിയെ വിശാലമായിട്ടൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ടല്ലേ? പരിപാവനമായ ക്ഷേത്ര പരിസരം അതിന് പറ്റിയ ഒരു വേദിയാണല്ലോ ഇത് കരുതി. ശരി, പരിചയപ്പെട്ടിരിക്കുന്നു. എന്താ പോരെ? നൊന്തോ? സ്വല്പം. ചില വിവരങ്ങൾ അറിയാനുണ്ട്. ചോദിച്ചോളൂ. ഈ ലക്ഷ്മി എന്നുള്ളത് കള്ളപ്പേരാണെന്ന് അറിയാം. യഥാർത്ഥ പേരെന്താണ്? എന്താ കുട്ടിയുടെ റീജിയൻ? എന്താ ജാതി എന്താണെന്ന്? റിലീജിയൻ. അതെ. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? കുട്ടിയുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അമ്മൂമ്മയുടെ പേര്, അപ്പൂപ്പന്റെ പേര്. ഇതെന്താ കല്യാണാലോചനയ്ക്ക് വന്നതാ? അല്ല, കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിന് ഞാനൊരു ബാച്ചിലർ. ഞാനൊരു ചാൻസലറാണ്. അല്ല, വിവാഹത്തിന് ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ. ഞങ്ങൾ പുകഴ്ത്തി പറയാണെന്ന് കരുതരുത്. ലക്ഷ്മി ആയതുകൊണ്ട് മാത്രമാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ആനമറ്റംകാരെ അതൊന്നും പറയണ്ട. ഞങ്ങള് മൂക്കൊണ്ട് ക്ഷ ഇറാന്ന് വരപ്പിച്ചേനെ. മറ്റേ കാര്യം നീ ചോദിക്കണോ അതോ ഞാൻ? കുട്ടി ആരാണെന്നുള്ള സത്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്തുപകാരം ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. അതല്ല ആനമുറ്റങ്കാരൻ നിനക്ക് വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ആനമുറ്റം തറവാട്ടിൽ നമുക്കെല്ലാവർക്കും തുല്യ അവകാശമാ. ഇനി എന്റെ പുറകെ നിന്ന് ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി കേസുകൾ ഇനിയുമുണ്ട്. കസബ സ്റ്റേഷനിലെ കരിമ്പുലി തോമ, കരുവാറ്റയിലെ സുകുമാരക്കുറുപ്പ്, കാഞ്ഞിരപ്പള്ളിയിലെ കഞ്ചാവ് ജോസ്, ഇവരൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഈ പഞ്ചാബ് കേസിന്റെ കയ്യിൽ വന്ന് വീഴും. അതിന്റെ കൂടെ ഈ നിസാര കേസ് കൂടി. ശിവശങ്കര മേനോന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് ഞാൻ കണ്ടെത്തും. അതിനു മുൻപ് പ്രതി കീഴടങ്ങുന്നതാണ് നല്ലത്. സബ് ഇൻസ്പെക്ടർ പഞ്ചാബ് കേസനാണ് പറയുന്നത്. പഞ്ചാബ് അശോകന? അപ്പൊ സാറ് പഞ്ചാബിലാണോ ജനിച്ചത്? പഞ്ചാബ് അശോകനല്ല, പഞ്ചാബകേശൻ. ഔദ്യോഗിക നിർവഹണത്തെ വഴിതെറ്റിക്കുന്ന ഹീനമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ശിവശങ്കര മേനോനെ ആരാണ് കൊന്നത്? പറയൂ, പറയൂ, പ്ലീസ് ടെൽ മീ. എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. നിങ്ങൾക്ക് ആ സത്യം അറിയില്ലെങ്കിൽ പറയണമെന്നില്ല. നിങ്ങൾക്ക് പോവാം. പക്ഷേ ഒന്നുമില്ല. പൊക്കോളൂ, പൊക്കോളൂ. നിങ്ങളുടെ പേരെന്താ? ബാലരാമൻ നായർ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാനിവിടുത്തെ ദേവകിയുടെ സംബന്ധക്കാരനാ. മരിച്ചുപോയ ശിവശങ്കര മേനോനോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു? ഏയ്, ഒന്നുമില്ല. എന്റെയും ദേവകിയുടെയും സംബന്ധം കഴിഞ്ഞ ഒരു 1.5 വർഷമായപ്പോ അളിയിൽ ഇവിടുന്ന് പോയതാ. പിന്നെ ഈടെ വന്നപ്പോ
ഒന്ന് കാണണ്ടായി അത്ര തന്നെ. ഈ പറഞ്ഞ സത്യമെല്ലാം സത്യമായിരിക്കണം, പിന്നെ മാറ്റി പറയരുത്. ആ പോ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്ത് സംഭവം? ശിവശങ്കര മേനോന്റെ മരണം എന്ന സംഭവം. അത് ഞാൻ എങ്ങനെ പറയും? അവൻ ചത്ത സമയം പറയാം, എവിടെയായിരുന്നു എന്ന് ഞാനും പറയാം. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? എന്തു ബോഡി എന്നാ പറഞ്ഞേ? കേറിപ്പോ. ശിവശങ്കര മേനോൻ ചത്തുപോകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. അയാൾ മരിച്ചാൽ നിങ്ങളുടെ മകനെ കൊണ്ട് വിളക്കെടുപ്പിക്കാമെന്ന് ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഇല്ല. എന്തു ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയാൻ നിങ്ങൾ കരുതിക്കൂട്ടി തയ്യാറെടുത്തിരുന്നില്ലേ? ഇല്ല. ഒന്ന് കേറി പോകുന്നുള്ളോ? അയ്യോ, കുട്ടി എന്തിനാ കരയുന്നേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നെ അത്രയ്ക്ക് പേടിയാണോ? എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? സുജാതെ, നീ കയറിപ്പോന്നുണ്ടോ? നിന്റെ പേരെന്താടാ? ചന്തു. തുപ്പാക്കി ചന്തു എന്ന് എല്ലാരും വിളിക്കണേ. നിന്റെ അച്ഛൻ എന്താ തോക്കോ? അല്ല. ശിവശങ്കര മനോനെ കൊന്നതിന് നിനക്ക് എത്ര രൂപ കിട്ടി? കുറുപ്പേ, വണ്ടിയില്. ഇന്ന് വരെ ഈ തറവാട്ടില് ഒരു പോലീസുകാരൻ കയറി വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് ആര് കാരനാ? ഇപ്പോൾ ഒറ്റ കാരണം. ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തിന്നാണോ പറയുന്നത്? കുട്ടി ഇങ്ങോട്ട് വന്നോണ്ടാ പോലീസുകാരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. കുടുംബത്തിൽ ഒരാളുടെ മരണം സംശയരെ നടന്നാൽ അന്വേഷണമായി പോലീസ് ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാ പോവാ? അതിന് ഇവിടെ വെച്ച് ആരും മരിച്ചിട്ടില്ല. ഇവിടെ വെച്ച് മരിക്കണമെന്നില്ല. ഇവിടെയുള്ള ഒരാളെ എവിടെ വെച്ച് മരിച്ചാലും പ്രാഥമിക ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നോട്ട് അയാൾ ഒരു പ്രാഥമികം. അതെ, നമ്മുടെ അമ്മ തന്നെ ഏട്ടനെ പ്രസവിച്ചത്. അത് അങ്ങനെയല്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ അമ്മ തന്നെ അവനെയും പ്രസവിച്ചത്. പക്ഷേ 22 കൊല്ലം മുമ്പ് അവൻ ചത്തുപോയി. അന്ന് മരിച്ചതേ നിങ്ങളുടെ അനിയനാവും. പക്ഷെ എന്റെ അച്ഛൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. എന്റെ മനസ്സിലുണ്ടാവും എന്നും. എനിക്കത് മതി. നിന്റെ ചാട്ട ഞാൻ നിർത്തി തരാടി. ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം. ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും വന്നാ പറയണേ. സാധനം താഴേക്ക് ഇടട്ടെ. ദാഹിക്കുന്നുണ്ടോ? ഒരിളനീര് വേണോ? എന്താണ് മിണ്ടാത്തത്? നിന്നോടാ. മതി ഇറങ്ങി വാ. എന്നിട്ടും മുതു കാണിച്ചോട്. കൊലയായിട്ട് അറുത്തിട്ട് തരും. പോരെ സാർ. ഇതിലേ മൂത്തത് കുറവാ. നീയല്ലേ പറഞ്ഞ 200 എണ്ണം ഇടാൻ പറ്റില്ലെന്ന്. നിനക്ക് കരിക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാ പറമ്പിലും തെങ്ങ കയറി പൂക്കലെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് തെങ്ങിന്റെ മോളാണോടാ കമ്മിറ്റി? ഈ പഞ്ചാബ് കേസിനെ വിഡ്ഢിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. ആരെ വിഡ്ഢിയാക്കുന്ന? ഈ സബ് ഇൻസ്പെക്ടർ പഞ്ചാബ് കേസിനെ. പഞ്ചപാവൻ സാറേ, ഞങ്ങൾ അതിനേക്കാൾ പാവങ്ങളാ. വിശന്നിട്ടാ. വിശക്കുമ്പോ നീയൊക്കെ തേങ്ങയാണോ തിന്നുന്നത്? കൂടുതൽ വെച്ചെന്നാ മടലും കൊതുമ്പൊക്കെ തിന്നും. അതിനൊരു ചൊല്ലുണ്ടല്ലോ സാറേ, പയ്യത്തുന്ന തേങ്ങയും തിന്നാം. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയി തിന്ന്. പയ്യെ തിന്നണം. സാറേ, അങ്ങനെ ഇപ്പൊ ആരാന്റെ തേങ്ങ പയ്യെ തിന്നണ്ട. വണ്ടിയിലോട്ട് കേറ്. നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പയ്യെ തീറ്റി തരാം പൊന്നു മക്കളെ. പയ്യെ തിന്നാം. സാറും കൂടെ സഹായിക്കണം. എന്താ നീ പറഞ്ഞത്? കൈ വേദനിക്കുന്നെന്ന്. നമ്മളൊരു ചെറിയ നാടകം കളിക്കാൻ പോവാ. കളിക്കുമ്പോ എന്തായാലും നല്ല നാടകം കളിക്കണം. എന്നമ്പിള്ള സാറിന്റെ കാബലിയായാലോ? ഇത് ആ ടൈപ്പ് നാടകമല്ല. പിന്നെ അവൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ചെറിയ നാടകം. പിടിക്ക. ഇതെന്താ? ഇതൊക്കെ ശിവശങ്കരൻ അമ്മാവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് നമ്മൾ അവളോട് പറയുന്നു. അതിന് അമ്മാവൻ പുകവലിക്കില്ലായിരുന്നല്ലോ? അതെ, പുകവലിക്കില്ലായിരുന്നു. നടക്കാൻ ഊന്നുവടിയുടെ ആവശ്യമില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ കളി. നമ്മൾ ഈ പറയുന്ന കള്ളങ്ങളെല്ലാം അവൾ എതിർക്കുന്നില്ല എങ്കിൽ അവൾ അമ്മാവന്റെ മകളല്ല. എതിർത്താൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നമ്മൾ തുടങ്ങുന്നു. ഒരു ഷെർലക് ഹോംസ് ലൈൻ. അതാരുടെ? നമ്മുടെ ഇവിടുത്തെ മിൽമ ബൂത്തിന്റെ ഉടമസ്ഥൻ. മിൽമ വല്യേട്ടൻ അവളുടെ മുറിയുടെ മുന്നിൽ ചെന്ന് അടഞ്ഞു കിടക്കുന്ന വാതിലൊന്ന് പതുക്കെ മുട്ടണം. വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ അടച്ചിട്ടിട്ട് മുട്ടണോ? എങ്ങനെയെങ്കിലും അവളുടെ മുറിക്കകത്ത് കയറിയാ മതി. നിന്നെ എങ്ങോട്ട് പോവാ? മുറിക്കകത്ത് എന്തിന്? അത് നീ പറഞ്ഞില്ല. അത് ചോദിക്കണ്ടേ? ചോദിച്ചു. ഈ ഡയലോഗ് മുഴുവൻ അവളുടെ അടുത്ത് സെന്റിമെന്റൽ ആയിട്ട് കാച്ചണം.
ഇത് മുഴുവൻ കാണാതെ പറയാൻ പറ്റില്ല. ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. മുറിക്കകത്ത് കിടന്നാലുടൻ ഒരു പൊട്ടിക്കരച്ചിൽ. അവള് കരഞ്ഞില്ലെങ്കിലോ? അവളല്ല, വല്യേട്ടൻ. എങ്ങനെ കരയും? ഇതാണോ പൊട്ടിക്കരച്ചിൽ? അല്ലേ? ഒന്ന് കൂട്ടിയേ. എന്താ അമ്മാവൻ. അമ്മാവനോ? അതെ, ശിവശങ്കരൻ അമ്മാവൻ. ഞാൻ മരിച്ചത് പിന്നെ എന്തോന്ന്? അല്ല, അമ്മാവൻ മരിച്ചത് പിന്നെ ഈ ജംഗമങ്ങളൊക്കെ കാണുമ്പോ അമ്മാവന് ഓർമ്മ വരും. ഈ ഊന്നുവടി ഈ കുടുംബത്തിന്റെ ചുമട് താങ്ങിയായിരുന്നു. അദ്ദേഹത്തിനൊരു താങ്ങുവടിയായിരുന്നു. ഈ പൈപ്പ് അദ്ദേഹത്തിന് PVC പൈപ്പിനേക്കാൾ പ്രിയങ്കരമായിരുന്നു. ഫാക്ടറി കുഴലുകളിൽ നിന്നും വരുന്നതിനേക്കാൾ പുക ഈ പൈപ്പിലൂടെ അദ്ദേഹം വരുത്തിയിരുന്നു. വല്ലതും കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ആസ്വദിച്ച് പൈപ്പ് വലിക്കുന്ന കാണുമ്പോ കൊച്ചു കുട്ടികൾ നൂതുന്ന ഓർമ്മ വരും. അയ്യോ, ജീവിതം നശ്വരമാണ് കുട്ടി. സത്യത്തിന്റെ മുഖം സത്യത്തിന്റെ മുഖം ഇത്ര ക്രൂരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ പൈപ്പില്ലാതെ അമ്മാവൻ അവിടെ എങ്ങനെ എന്തോന്ന് വലിച്ചോണ്ടിരിക്കും? ഈ ഊന്നുവടി ഇല്ലാതെ അവിടൊക്കെ എങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും? അമ്മാവാ, എന്റെ അമ്മാവാ, അമ്മാവാ. കണ്ടിന്യൂ. ഇപ്പൊ ഞങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം അമ്മാവന്റെ മകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാ. കോണിയെടുക്കല്ലേ ചന്തു? ഇവിടെ പറഞ്ഞതാ. കൊളവാക്കല്ലേ വല്യേട്ടാ? കൊളവാക്കരുത് വല്യ. അയ്യോ, വല്യേട്ടാ, നിന്റെ ഐഡിയ നീ കാരണം കുളമായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് ഇതാ മതി. പക്ഷെ ചേട്ടാ, ഇത് ഇത്തിരി കടുത്തു പോയില്ലേ? പേടിയുള്ളവർക്ക് ഇപ്പോഴേ മാറി നിൽക്കാം. വലിഞ്ഞേറി ഇതും കൂടെ ചളവായാലത്തെ അവസ്ഥ അറിയാമല്ലോ. എന്താടാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേടിയില്ല. ഒരൊറ്റ സംശയമുള്ളൂ, ഈ സംഗതി നടത്തേണ്ടത് രാത്രിയാണോ പകലാണോ? അതൊക്കെ അവളുടെ നീക്കങ്ങൾ അറിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്താ രാജീവാ, നിനക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. കയ്യബദ്ധം വല്ലതും പറ്റിപ്പോയാ പിന്നെ ഒരു പിന്നെയും വേണ്ട. എല്ലാം പറഞ്ഞ പോലെ ജയലക്ഷ്മി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇത് വിജയിച്ചാൽ അവളെ വെട്ടി നുറുക്കി പീസാക്കി പ്ലാസ്റ്റിക് കവറിൽ പേച്ചിപ്പാറ ഡാമിലെറി ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചടാ. കഴിച്ചിട്ട് വയ്യ. സാരമില്ല, പനി മാറാനല്ലേ. ഈ അമ്മായിക്ക് അച്ഛന്റെ അതേ സ്വഭാവമാ. അതെന്താ? അച്ഛനും ഇങ്ങനെ. എനിക്ക് പനി വന്ന പിന്നെ അച്ഛന് യാതൊരു ദയയില്ല. തല്ലിയിട്ടാണെങ്കിലും മരുന്ന് കഴിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അത് അച്ഛന് മോളോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ലേ. സ്നേഹമുള്ള അച്ഛന്റെ ഒരാഗ്രഹത്തിനും മോളെതിരെ നിൽക്കരുത്. മനസ്സിലായി. അച്ഛനോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ ഞാനും ഈ വാശി കാണിക്കണേ. എന്തിനാ അത്? ഞങ്ങൾ ആരും നിന്നോടോ നിന്റെ അച്ഛനോടോ ഒന്നും എതിരല്ല. ഒന്നുമില്ലേലും ഞങ്ങളുടെ ഏട്ടനായിട്ടല്ലേ അദ്ദേഹം നിന്റെ അച്ഛനായത്. അപ്പോ ഏട്ടന്റെ ആഗ്രഹം നടത്തണമെന്നുള്ളത് നിന്നേക്കാൾ കൂടുതൽ ഞങ്ങളുടെ കൂടി കടമയല്ലേ. ആ ആഗ്രഹം ഏറ്റവും കൂടുതലുള്ളത് എനിക്കാ. എന്തുകൊണ്ട് നിങ്ങളാരും ഇതുവരെ അത് മനസ്സിലാക്കിയില്ല? ഏട്ടൻ മരിച്ചതിന്റെ 41 കഴിയുമ്പോ ഉത്സവം നടത്താൻ എല്ലാവരോടും പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളക്കെടുക്കാനും തയ്യാറാ. അങ്ങോട്ട് മേലെ കയറണ്ടേ?
ഉത്സവം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തന്നെ നിന്റെ ഒരൊറ്റ തീരുമാനത്തിലായിരിക്കണത്. വിളക്കെടുക്കാനുള്ള അവകാശം കൈമാറാൻ നിനക്ക് സമ്മതാണോ? യഥാർത്ഥ അവകാശം ഏട്ടന്റെ മോൾക്ക് എന്ന നിലയ്ക്ക് ഇവൾക്ക് തന്നെ. നീയും ഉണ്ടാതിരിക്കണേ. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല. വിളക്ക് ആരെടുക്കണമെന്നുള്ളതല്ല, ഉത്സവം ഭംഗിയായി നടത്തണം. വിളക്കെടുക്കണമെന്ന് ലക്ഷ്മിക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ ആ നിർബന്ധം വെച്ച് അവളവിടെ ഇരിക്കും. ഇവരുടെ അച്ഛനല്ലേ നിങ്ങള്? ആ ഒരു സ്നേഹമെങ്കിലും കാണിക്കും മനുഷ്യ. ഉത്സവം നടക്കണമെന്ന് കരുതി പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുന്ന ശരിയാണോ? ഇനി അഥവാ തെറ്റിച്ചാലും എന്റെ മോൻ രാമകൃഷ്ണൻ ഉണ്ട് ഇവിടെ. അല്ലാതെ എങ്ങാണ്ടൊക്കെ ഇടുന്ന് വായി നോക്കി പെണ്ണ് വിളക്കെടുക്കാന്ന് അമ്മ ദയവ് ഇത് സംസാരിക്കാണ്ടിരിക്കാവോ? രാജീവ, അവകാശം കൈമാറാൻ നിനക്ക് സമ്മതമല്ലല്ലോ, ആണോ? എനിക്ക് സമ്മതമാണ്. ആരാ പതിവില്ലാതെ? ഹലോ, ഞാൻ മമത. ഇവിടുത്തെ മരിച്ചുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ മമത മേനോൻ. ഈ സബ് ഇൻസ്പെക്ടർ പഞ്ചാവകാശനെ പറ്റിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഞാൻ തെറ്റിക്കും. എന്നെ ഒരിക്കൽ പറ്റിച്ചു, ഞാൻ ക്ഷമിച്ചു. വീണ്ടും വീണ്ടും പറ്റിച്ചാൽ എനിക്ക് വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടി വരും. സാർ, നീ പറ. സാർ, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ നമ്മുടെ ഉത്സവം വേണ്ട. എന്ത്, എപ്പോൾ, എവിടെ വെച്ച് വേണമെന്ന് ഈ പഞ്ചാവകാശൻ അറിയാം. ചത്തുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ നിങ്ങൾ രണ്ടുപേരിൽ ആരാ? പറ. ഞാനാണ്. എന്റെ അച്ഛനെ മരിച്ചുപോയ ശിവശങ്കര മേനോൻ. എന്റെ അച്ഛൻ അദ്ദേഹം. അദ്ദേഹത്തിന് ഒറ്റ മോളാ ഞാൻ. അയ്യോ, രണ്ടുപേരും കൂടി എങ്ങനെയാ ഒറ്റയാവുന്നത്? തെളിയിക്കും, ഞാനിത് തെളിയിക്കും. എന്തോ തെളിയിക്കുന്ന? നിങ്ങളിൽ ആരാ ഒറിജിനൽ? അന്ന് അച്ഛനോടൊപ്പം അമ്മയെ മരിച്ചു എന്നുള്ള കാര്യം അറിയാലോ. ഇനി ആകെ ചോദിക്കാനുള്ളത് എന്നോടാ. നിന്നോട് ഞാൻ ചോദിക്കൂടി പെങ്കൊച്ചേ. പോലീസ് മുറ എന്ന് കേട്ടിട്ടുണ്ടോ? ആ മുറയിൽ നിന്നോട് ഞാൻ ചോദിക്കും. അതെ, അച്ഛന്റെ മരണകാരണം അന്വേഷിക്കാൻ വന്നാൽ അത് അന്വേഷിച്ചാ മതി. അല്ലാതെ ഞാൻ ആരാ എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ മോളിന്ന് ഉത്തരവൊന്നുമില്ലല്ലോ. അങ്ങനെ ഉത്തരവുണ്ടെങ്കിൽ എന്നേക്കാൾ മുമ്പ് ഈ തറവാട്ടിൽ ഞാനാണെന്നും പറഞ്ഞിവിടെ പറ്റിക്കൂടി കിടക്കുന്ന ഇവളോട് ആദ്യം ചോദിക്കേ. പറയട്ടെ, തന്റെ ഉണ്ടെങ്കിൽ അത് ആരാണെന്നും എന്താണെന്നൊക്കെ. എന്നിട്ടാവാ ഞാൻ പറയുന്നത്. മോളെ, എന്താ മോളെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും അറിയില്ല അമ്മായി. തറവാട്ടില് വീണ്ടും പോലീസുകാർ വന്നു എന്ന് കേട്ടു. ശരിയാണോ കുഞ്ഞെ? അതെ, ശരിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചു. അങ്ങനെ വെറുതെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പറഞ്ഞോ, മനസ്സിലായോ? അല്ല, എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? എന്താ കാര്യം? പുതുതായി വന്ന അവതാരത്തെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോന്ന് അറിയാനാ. ആളങ്ങനെ ഉണ്ടെന്ന് കണ്ടതാണ്, മറ്റേ ഡീറ്റെയിൽസ് ഞാൻ കിട്ടിയില്ല. പുതിയ കക്ഷിയെ കുറിച്ച് പറഞ്ഞാൽ അവള് എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അറിയിക്കാം കേട്ടോ. അല്ല, അവരും കൂടെ അറിയട്ടെ. അറിയേണ്ട കാര്യമില്ല. ഇവരെ അറിഞ്ഞിട്ട് അവരറിയട്ടെ. എന്ത് കാര്യത്തിന്? ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. അനാവശ്യം പറഞ്ഞ അരപ്പേ. ആർക്കാണ് തമ്മിൽ തല്ലേണ്ടത്? ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഞങ്ങളുടെ തറവാട്ടിൽ പലരും വരും, പലരും പോവും. അതിന് നിനക്കൊക്കെ എന്താ? അവരടിക്കരുത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെറുതെ ചൂടാവരുത്. പാവങ്ങളല്ലേ. അതുങ്ങള് പോട്ടെന്നേ. അടിച്ചു നിങ്ങളുടെ ഏപ്പിന്റെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം. അത് ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. ആനമറ്റം തറവാടിന് ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? എങ്ങാണ്ടൊന്നോ വന്ന് സ്വന്തവും ബന്ധവും പറഞ്ഞ് ഇവിടെ കയറി കൂടിയിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടേക്കണം. ഇറക്കി വിടാൻ തന്നെ പോണത്. പക്ഷെ അതിനു മുമ്പ് കല്ലും നെല്ലും വേർതിരിച്ചറിയണം. എനിക്കും അറിയണം അതൊക്കെ. എന്നിട്ട് നാട്ടുകാരെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണം. രാജുവ, എവളെയും വിടരുത്. ചോദിക്ക. തത്ത പറയുന്ന പോലെ എവളുമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഇതാ, ഇത്രയും നേരം ചോദ്യം ചെയ്തിട്ടും എവള് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി വലിയിടം തന്നെ ചോദിക്ക. ഇങ്ങോട്ട് മാറിയടി. നീ ഇങ്ങോട്ട് മാറിയടി. നീ ഇങ്ങോട്ട് മാറി. ഞങ്ങൾ ഈ നിൽക്കുന്ന രണ്ടുപേർ ആണുങ്ങളാണെന്ന് അറിയാമല്ലോ. ഇല്ല. ഇല്ലേ?
എന്നാൽ ആണുങ്ങളാണ്. എല്ലാ കാര്യങ്ങൾക്കും തെളിവ് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ ഇതിന് തെളിവ് ചോദിച്ചാൽ തെളിവാ? ചൊവ്വാദോഷം ഇല്ലായിരുന്നെങ്കിൽ തെളിവേം കാണിച്ചു കണ്ട എവിടെ അസ്ഥാനത്തെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. കുറെ നേരെ നിങ്ങൾ സഹിക്കുക. നീ എന്താ ഇവൻ ചോദിച്ചിട്ടൊന്നും മിണ്ടാത്തെ? മിണ്ടണം തോന്നിയില്ല, മിണ്ടിയില്ല. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ 18ാമത്തെ അടവെടുത്താലേ ശരിയാവും. എന്താടി ചിരിക്കുന്നേ? അപ്പൊ ഇതിനു മുമ്പ് 17 അടവ് എടുത്തോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ സുപ്രധാന അടവുകളൊക്കെ എടുക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ടെടുക്കണ്ടേ? എടുക്കാവടി, പറഞ്ഞിട്ട് തന്നെ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കാവടി. ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അടുത്ത ഇവളോട്. ഡേയ്, നിന്റെ കണ്ണീരും പത്രാസം കണ്ട് വീഴില്ല ഞങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടവരാ. പറ, നീ ആരാണ്? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞതൊക്കെ സത്യം, അല്ലാതൊന്നും എനിക്കറിയില്ല. നോങ്ങാതടി, നീ ഇന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ വെട്ടിക്കൊന്ന് പീസ് പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ചിപ്പാറ ഡാമിലെറിയും ഞാൻ. എനിക്ക് ജയിലിൽ പോണം. മതിയല്ലേട്ടാ, ഇന്നത്തേക്ക് വിട്ടേക്കാം. പക്ഷെ രണ്ടിലൊന്ന് അറിയുന്നത് വരെ ചോദ്യം ചെയ്യലുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പൊക്കോളൂ. പൊയ്ക്കോ. രാജീവ, ചോദ്യം ചെയ്യുമ്പോ ഒരല്പ ഡിസ്റ്റൻസ് ഇട്ട് വേണം ചോദ്യം ചെയ്യാൻ. കാരണം ഏത് മുള്ളി വന്ന് വീണോന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ പോയ 2 ഇലകൾ. മുള്ളിന് കേടുവരുന്ന കാലവാ. ചാമ്പ്യൻ ചാമ്പ്യൻ. എന്റെ രാജാവിനെയും മന്ത്രിയെയും വെട്ടാനുള്ള നിന്റെ ആലോചനയുടെ പകുതി മതിയല്ലോ ആ പെമ്പിള്ളേരെ 2നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. വെറുതെ അവരെ കളത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ പോരല്ലോ. കാലാളും മന്ത്രിയും കുതിരയും രഥവും ഒക്കെ കൂടി വളഞ്ഞു ചുറ്റിപ്പിടിച്ച് അരശ് വിളിച്ചു വേണം അവരെ വെട്ടാൻ. വെരി വെരി കറക്റ്റ്. ആ അരശ് ചെക്ക്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ 2 പെണ്ണുങ്ങളെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളി പറഞ്ഞു വിടാം. അവളുമാര് രണ്ടും പഠിച്ച കള്ളികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കള്ളി വിളിച്ചെത്താക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ രാജീവ? അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അത്രയും ബുദ്ധി നിനക്കുണ്ടായിട്ടാണോ എന്റെ രാജാവിനെ വെട്ടാൻ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നു മണ്ട? ഒരു കഷ്ടപ്പാടുമില്ല. വെട്ടി അയ്യോ, ഇതേപോലെ അവരെയും തട്ടിക്കളയണം. പറഞ്ഞു വിടാമെന്ന്. ഓ, അതിനാണ് ഈ യശോദ ചേച്ചി, ഒരു ചായ. യശോദ ചേച്ചി, അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയതാ? കൊലയ്ക്ക് പോയതാ. കൊല നടത്താനോ? കൊല നടത്താനല്ല, ടൗണിൽ വാഴക്കൊല വാങ്ങാൻ പോയതാ. ഓ, അതാണോ? ഞാൻ കരുതി ഭാരതി, ജയഭാരതി. ദേ ഇവിടെ വേണ്ട വേണ്ട, ദേ കട തുറന്നിരിക്കുക. അമ്മ ഇപ്പൊ വരും. കൊറേ നേരത്തേക്ക് ആ തള്ളയുടെ കാര്യം പറഞ്ഞ എന്റെ മൂട് കളയല്ലേ. എന്റെ ജയഭാരതി കുട്ടിയല്ലേ, പ്ലീസ് ഇവിടെ വന്നിരിക്കും. വേണ്ട വേണ്ട, കാണുമ്പോഴേ കൊഞ്ചലേ ഉള്ളൂ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എല്ലാ ആണുങ്ങളും? ഞാനല്ലാതെ മറ്റു വേറെ ഏതൊക്കെ ആണുങ്ങൾ അറിയാടി? നീലക്കുയിലെ സത്യൻ മിസ് കുമാരിയോട് എന്താ കാണിച്ചേ? ചെമ്മീനിലെ മധുശീലയോട് എന്താ കാണിച്ചേ? പഞ്ചതന്ത്രത്തില്, ചന്ദന ചൊരയില് ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ഏത് പെണ്ണ് സഹിക്കും ഇത്? പണ്ടാരടങ്ങാൻ എടി, അതൊക്കെ സിനിമയാണ്. ഓ, ഇവക്ക് ജയഭാരതി എന്ന് പേരിട്ട് ആ തന്തേൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ദേ, എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഈ പശുവിനെയും കാളനെയും ഒക്കെ മോഷ്ടിക്കുന്ന നേരം കൊണ്ട് എന്നെ ഒന്ന് മോഷ്ടിച്ചോണ്ട് പൊയ്ക്കോടെ രമണേട്ടന്. പോകൂടി പോകും. തച്ചോളി ഒതലിലെ സത്യനെ പോലെ, പാലാട്ട് കുഞ്ഞിക്കണ്ണലെ പ്രേം നസീറിനെ പോലെ, ആവേശത്തിലെ ജയനെ പോലെ ഒരു നിലാവുള്ള അർദ്ധരാത്രിയിൽ ഒരു വെള്ള കുതിരപ്പുറത്ത് ഞാൻ ചീറിപ്പാഞ്ഞിവിടെ എത്തും. എന്നിട്ട് എലിപ്പാഷാണവും T20 സമാസമം ചേർത്ത മിശ്രിതം ഉറങ്ങിക്കിടക്കുന്ന എന്റെ തള്ളയുണ്ടല്ലോ പൂതന, അവരുടെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വടിയാക്കി കിടത്തും. എന്നിട്ട് നിന്നെയും കട്ട രട്ടകാശത്തോടുകൂടി ഈ രമണനൊരു പോക്കുണ്ട്. ഒരർച്ചന നടത്തണം. പറഞ്ഞോളൂ. എനിക്കൊരു അർച്ചന നടത്തണം. പേരും നാളും പറഞ്ഞോളൂ. ശിവശങ്കര മേനോൻ, മകേരം. ശിവശങ്കര മേനോൻ, മകേരം. മരണപ്പെട്ട ആളുടെ പേരിൽ അർച്ചന നടത്താറില്ല. വേണേ ഒരു തിലഹോമം ആവാം. അതെ, ഒന്ന് നിന്നേ.
എന്താ കുട്ടിയുടെ ഭാവം? ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. എന്റെ അച്ഛന് ശിവശങ്കര മേനോൻ. പിന്നെ കുട്ടി എന്താ ഇങ്ങനെ? ആ മകൾ താനാണെന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ട്. പക്ഷെ അത് കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്നെ മാത്രം ബോധ്യപ്പെടുത്തിയിട്ട് തനിക്ക് വിളക്കെടുക്കാനോ ഉത്സവം നടത്താനോ ഒന്നും ആവില്ലല്ലോ. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ അച്ഛന്റെ പേരും പറഞ്ഞുള്ള നിന്റെ ഈ കരച്ചിലും വിളിച്ചിലൊന്നും ഇനി വേണ്ട. അനാവശ്യം പറയരുത്. ഒന്ന് നിർത്തണ്ടോ? എന്താതെ അമ്പലത്തിനകത്താ തമ്പത്തല്ലേ? ഇതുവരെ ഈ തറവാടിനകത്ത് ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ടുള്ളൂ. ഇപ്പോഴിത് അമ്പലത്തിനകത്ത് ഇവിടുത്തെ ഒന്നും പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കടിക്കുക. നാണക്കേട്. എന്റെ അച്ഛന്റെ കാര്യം എവിടെ വെച്ച് പറയാനും എനിക്കൊരു നാണക്കേടും ഇല്ല. അത് മനസ്സിലായി. നാണം ഉണ്ടെങ്കിലല്ലേ നാണക്കേടുണ്ടാവൂ. കണ്ടോ, ഇതാ പ്രശ്നം. ഒരുമാതിരി കുത്തിയുള്ള വൃത്തിയിട്ട വർത്തമാനം. ഇത് കേൾക്കുമ്പോഴാ വല്ല വെട്ടെത്തിയോ പാരയെടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചത്തിരുന്നെങ്കിലേ ഞങ്ങള് സ്വൈരായിട്ട് കഴിഞ്ഞേനെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? തറവാടിന്റെ പേര് നശിപ്പിച്ചിട്ട് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ അതിവിടെ നടപ്പില്ല. ശിവശങ്കര മേനോൻ ആനമുറ്റത്തുകാരനാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവന്റെ മകൾ ആരാണെന്നുള്ളതിനെ കുറിച്ചാണ് തർക്കം. അച്ഛനെ തിരിച്ചറിയലും അവകാശം സ്ഥാപിക്കലൊക്കെ ഈ തറവാട്ടിനുള്ളിൽ വേണ്ട. മനയൂരിന്റെ 7 അയലത്ത് പോലും നിങ്ങളെ രണ്ടെണ്ണത്തിനും കണ്ടുപോകരുത്. ഒരു കാര്യം പറയാനാ ഈ സമയത്ത് ഒന്നും ബുദ്ധിമുട്ടിച്ചത്. വരൂ. എന്താ പറയാനുള്ളത്? ഞാൻ തിരിച്ചു പോവാ. എങ്ങോട്ടാ? ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക്. നിന്നുപോയ പഠിത്തം പൂർത്തിയാക്കണം. പിന്നെ എവിടെയെങ്കിലും ഒരു ജോലി. ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെയൊക്കെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് ഒന്നും നേടാനല്ല ഞാനിവിടെ വന്നത്. മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹം മകളെന്ന നിലയിൽ ആ കടമ നിറവേറ്റാൻ മാത്രം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി തിരിച്ചു പോയാൽ? മരിച്ചുപോയവരുടെ ആഗ്രഹങ്ങളെക്കാൾ വലുത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സമാധാനമാ. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് പോയേ പറ്റൂ. പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാനും പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല. ഇവിടെ താമസിക്കാൻ ലക്ഷ്മിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഇഷ്ടക്കേടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്നുള്ള അർത്ഥം എടുക്കാലോ അല്ലേ? നിക്കൂ. നാളെ എന്നല്ല, ഇനി ഇവിടെ വിട്ടു പോകരുത്. കാര്യങ്ങളൊക്കെ ശരിയാവും. ഞാനുണ്ടാവും കൂടെ. പോയില്ലല്ലോ? ഇല്ല. അവളെന്താ ഇവിടെ? ആര്? ആ ജയലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണ്. ഈ അസമയത്ത് അവള് നിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്തിനാ ചോദ്യം? അവൾ ഈ മുറിയിലേക്ക് കയറി വന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആഹാ, അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് പറയാൻ പാടില്ലാത്തത് വല്ലതും ഉണ്ടായോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ? അവളൊരു ഡൗട്ട് ചോദിക്കാൻ വന്നതാണ്. ഈ ഭൂപരിഷ്കരണ നിയമം എന്നാണ് പാസ്സായെന്ന് ചോദിച്ചു. എന്നിട്ട് പരിഷ്കരിച്ചോ? പരിഷ്കരിച്ചോന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. ഇതിനെക്കുറിച്ചൊക്കെ വലിയേട്ടനല്ലേ അറിയാവുന്നത്. രാജീവ, നീ കളിയുടെ നിയമങ്ങൾ ആകെ തെറ്റിക്കുകയാണ്. ആനയും കുതിരയും കാലാളുമായി അവരെ വളഞ്ഞു പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട വല്യേട്ടാ. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുറി മാറിക്കയറിയെന്ന് വെച്ച് കിടക്കാൻ നോക്ക്. ഞാൻ പുറത്ത് കിടന്നോളാം. അതെന്താ? അവിടെ നല്ല കൊതുകുണ്ട്. ജയഭാരതി, എത്ര നേരമായി ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നു അറിയാമോ? മതിലേട്ടനായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും പൂവാഴന്മാരായിരിക്കുമെന്ന്. അമ്മ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പോ ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്താ കാര്യം? എനിക്ക് ജയഭാരതി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എത്ര കാലമായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് അറിയോ? പിന്നെന്താ പറയാത്തെ? അതിനാ മരണം, ആ രമണൻ പുറകിന്ന് മാറിയിട്ട് വേണ്ടേ? രമണേട്ടൻ ഉണ്ടെങ്കി ഇപ്പൊ എന്താ? അവൻ ആള് ശരിയല്ല. ആര്? രമണേട്ടനോ? ആ, അവന്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ?
ജയഭാരതി കുട്ടിയെ അവനെ മാസം തികയാതെ പറ്റതാ. അവന്റെ അളിഞ്ഞ മോന്തയും ആ ചീവീട് പോലത്തെ ശബ്ദവും ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. മദനേട്ടൻ എന്താ പറയണ്ടേ? അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും മദനേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ എനിക്കും കൂടെ കാണിച്ചതാ. അതല്ല സിനിമ. അതില് ശങ്കര പൂർണിമയോട് പറയും പോലെ പറഞ്ഞാ മതി. ഓ അതൊക്കെ പണ്ട് കണ്ടതാ, ഇപ്പൊ ഓർമ്മയില്ല. ഈ മദനേട്ടന്റെ ഒരു കാര്യം ഇതങ്ങോട്ട് പിടിച്ചേ. ഇങ്ങനെ പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സിലെ താഴ്വരകളിലെങ്ങോ മഞ്ഞുരുകുന്ന ഒരു അനുഭൂതി. ഒരു മഞ്ഞുകൂട്ടി പക്ഷി. എന്തുകൂട്ടി പക്ഷി? അതാ സിനിമയിലെ ഒരു പക്ഷിയാ. ഒരു മഞ്ഞുകൂട്ടി പക്ഷി പറന്നണയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞാ മതി. പറ മദനേട്ടാ. ഞാൻ പറയാമേ. പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ നാളം കൊണ്ടെന്റെ മനസ്സിന്റെ താഴ്വരയിലെങ്ങോ മഞ്ഞുരുകുന്ന അനുഭൂതി. ഒരു മഞ്ഞു കുട്ടി പക്ഷി പറന്നിറങ്ങി വന്നു. അമ്മച്ചി എപ്പ വന്നു ഞാൻ പറഞ്ഞ. നിന്റെ താഴ്വരയിൽ ഞാൻ മഞ്ഞ് ഉരുക്കി തരാമടാ. ഇതിനാണല്ലേ പമ്മി പമ്മി ചായക്കടയിൽ വേണത്. എന്തൊന്നും പറഞ്ഞാ പറ്റില്ല. മൂന്നിയാട്ടോളം മറ്റന്നാ തന്നെ വേണം. ഇല്ലെങ്കിൽ പേച്ചിപ്പാറ ഡാമിന്റെ കാര്യത്തിൽ പറയാൻ പറഞ്ഞേ കൊണ്ടുവരാം. വല്യുണ്ണേട്ടാ, ഓ ഇതും കൊണ്ട് ഞാൻ എവിടെല്ലാം ഓടി കൈയോടെ തരാൻ പറഞ്ഞു. ആര്? അത് ഞാൻ പറയൂല, ആരോടും പറയണെന്നാ പറഞ്ഞു. പ്രിയപ്പെട്ട എന്റെ വെല്ലുണ്ണിയേട്ടന്, ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ഉണ്ണിയേട്ടൻ ഒരു പാവാണെന്നും ആ മനസ്സിൽ എല്ലാവരെയും ചൊല്ലിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂവെന്നും. എങ്കിലും വിളക്കെടുക്കുവാനുള്ള അവകാശം കുഞ്ഞുണ്ണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴും ആരും കാണാത്ത ആ വിങ്ങൽ എനിക്കറിയാം. പിന്നെ എന്റെ ഉണ്ണിയേട്ടന്റെ സ്നേഹം മുതലെടുത്ത് കുഞ്ഞുണ്ണിയും ലക്ഷ്മിയും നടത്താൻ പോകുന്ന കുറെ കള്ളക്കളികളെ കുറിച്ചും ഞാൻ പറഞ്ഞ എന്റെ ഉണ്ണിയേട്ടൻ വിശ്വസിക്കില്ലെന്നറിയാം. സോറി. ഉണ്ണിയേട്ടന്റെ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടിയാണല്ലോ. ഒക്കെ നേരി പറയാം. കഴിവെങ്കിൽ ഉണ്ണിയേട്ടൻ രാത്രി മുറിയിലേക്ക് വരണം. വെറുതെ ചാരിയ വാതിലിനപ്പുറം ഞാൻ കാത്തിരിക്കും. വരില്ലേ? എന്ന് ഉണ്ണിയേട്ടന്റെ മാത്രം മമത. ചിന്തയിതൊന്നേ വിളക്കും കൊടുത്ത് ഉത്സവം നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അമ്മാവന്റെ മകളല്ലേ, കല്യാണവും നടത്തിക്കളയും എന്നവർ തീരുമാനിക്കും. ഇപ്പോഴവർക്കുള്ള സ്വത്തിന്റെ കൂട്ടത്തിൽ ശിവശങ്കരമേനോന്റെ ഭാഗം കൂടി ചേരുമ്പോൾ ഉണ്ണിയേട്ടൻ രാജീവന്റെ അടിയാനായി മാറും. ഇതൊക്കെ ഉണ്ണിയേട്ടനും ആകാവുന്നതേ ഉള്ളൂ. ഞാൻ വിളക്ക് ഉണ്ണിയേട്ടന് തരുന്നു. ഉത്സവം മറ്റാരും നടത്തുന്നേക്കാളും ഭംഗിയായി ഉണ്ണിയേട്ടൻ നടത്തുന്നു. എന്താ നടത്തിയാൽ അങ്ങനെ ആവാലോ. പിന്നെ ഉണ്ണിയേട്ടൻ കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ഉണ്ണിയേട്ടനല്ലാതെ മറ്റെല്ലാവർക്കും നേട്ടാ. ഒരുപക്ഷെ ഉണ്ണിയേട്ടന് സന്തതി പരമ്പരകളെ ഒഴിവാക്കാനുള്ള അവരുടെ ഒരു അടവായിക്കൂടെ? ഇനി അഥവാ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് സഹിക്കാനും കൂടെ ഞാൻ തയ്യാറാ. എന്റെ ഉണ്ണിയേട്ടനെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി അവളും കുഞ്ഞുണ്ണിയേട്ടനും ചേർന്ന് കളിക്കുന്ന കളിയാ. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന വേറെ ആരുമില്ല, ആ കുഞ്ഞുണ്ണിയേട്ടന്റെ തന്തയും തള്ളയാ. കൊല്ലം ഞാൻ. നീ ഞങ്ങൾ തമ്മിലടിപ്പിക്കാൻ നോക്കല്ലേ? നിന്റെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായി. വല്യേട്ട ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ തറവാട് കുളന്തോട്ടയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇല്ല, ഇവള് ഇവിടെ തന്നെ താമസിക്കും. രണ്ടിലും നിറഞ്ഞിട്ടേ ഇവിടുന്ന് പോവും. എന്നാൽ അതിനൊന്ന് കാണണമല്ലോ. ഇങ്ങോട്ട്
എന്താ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. എന്താടി പറഞ്ഞ കാര്യം? ഈ കുഞ്ഞുണ്ണിയേട്ടൻ എന്നെ ഞാൻ ഈ വെല്ലുണ്ണിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അയ്യോ, ഞാൻ സത്യമായിട്ടും അമ്മ ഇവളെ നീ ഒന്നും പറയണ്ട. നീ ഇവളോട് കാണിക്കുന്ന തോന്നിയാസം ഏത് പെണ്ണിനോടും ആകാമെന്ന് കരുതിയാൽ നിന്നെ പീസ് പീസായിട്ട് വെട്ടുതുറക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ചുപാറ ഡാമിൽ എറിയും ഞാൻ. ഉണ്ണി, നീ എന്തൊക്കെയാ പറയണേ? മലയാളം. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ സ്വന്തം മകന്റെ ദോഷങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കളി അവസാനിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ശിവശങ്കര മേനോന് മകൾ ഒന്നേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന മമതയാണ്. കുടുംബത്തിലെ മൂത്ത മകൻ ഈ രാമകൃഷ്ണൻ ഉണ്ണിയാണെങ്കിൽ വിളക്ക് ഞാൻ എടുക്കും. ഉത്സവം ഞാൻ തന്നെ നടത്തും. സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗം വാങ്ങി പിരിയാം. കേട്ടില്ല എല്ലാവരും? അത് തന്നെയാണ് എന്റെ ശരി. അതെ, തിരികെയാണ്. ഭാഗം വാങ്ങിയില്ല, വാങ്ങാതെ തന്നെ. നിശ്ചയിച്ച ദിവസത്തിന് തന്നെ ഉത്സവത്തിന് കൊടിയേറുകയും ചെയ്യും. പക്ഷെ അന്ന് വിളക്കെടുക്കുന്നത് മരിച്ചുപോയ ശിവശങ്കരന്റെ അമ്മാവന്റെ യഥാർത്ഥ മകളായിരിക്കും. വീടാറുമാസം ശ്രീരാമരാജ്യം വീടാറുമാസം ശ്രീരാമരാജ്യം ഞാനെന്ന ഭാവം തോന്നാതിരുന്നാൽ വീടാറുമാസം ശ്രീരാമരാജ്യം തിരുവോണവും വിഷുക്കാഴ്ചയും ആലയും പൈക്കളും പാൽനിലാവും നടപ്പന്തലും കണിക്കൊന്നയും വീണ്ടും നിങ്ങളിൽ എന്നു വാഴും മതം കൊണ്ടുവോ മനം മാറിയൂ മതം കൊണ്ടുവോ മനം മാറിയൂ പണം കൊണ്ടു നിൻ കളം മാറിയൂ വീടാറുമാസോ ശ്രീരാമരാജ്യം എന്റെ മോൻ പാൻറിടും നിക്കറിടും, ചിലപ്പോ ഒന്നും കഥ നടക്കും. അതൊക്കെ അവന്റെ ഇഷ്ടം.
സൗകര്യമുള്ളവര് നോക്കിയാ മതി പുല്ലുകളെ. ഇങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ മോൻ തുണി കൊടുക്കാണ്ട് നടക്കണ കാണാം. ആ തലവറുത്ത ശിങ്കാരി വന്ന് കയറിയപ്പോഴേ കരുതിയത് ഇവിടെ പലതും നടക്കുന്നു. എടി, അസൂയിക്ക് മരുന്നില്ല. നിനക്കൊരു മോനുണ്ടല്ലോടി, ഒരു വായി നോക്കി. വെറുതെ പെമ്പിള്ളേര് മൂത്ത് നോക്കി നടക്കാനല്ലാതെ അവനെ കൊണ്ട് എന്ത് സാധിക്കൂടി? എന്റെ മോനെ ആണാണടി. ആണായിരുന്നു, പക്ഷെ ഇപ്പൊ ആണും പെണ്ണും കേട്ട പരിവായിന്നേ ഉള്ളൂ. നിന്റെ മനസ്സിലിരിപ്പ് പോലെ അടി നിന്റെ കാര്യങ്ങളും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എനിക്ക് ഇവൾക്ക് ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിലടിക്കാൻ സ്വന്തമായിട്ട് ഓരോ ചെക്കന്മാരെങ്ങളുണ്ട്. നീ കുറെ കാലമായല്ലോടി. ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കൂല, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തോ അടുത്തോടി പോത്തെ. എന്നാലും തള്ളയ്ക്ക്. എന്നാലും ആ പെങ്കൊച്ച് നമ്മുടെ വല്യുണ്ണിയേട്ടനെ ഇങ്ങനെ മാറ്റിയെടുത്ത് കളഞ്ഞല്ലോ, സമ്മതിക്കണം. അവളും ഇടിക്കേടാ. എന്റെ മോൻ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കില്ല. അപ്പൊ എന്തോ തീരുമാനിച്ചു? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉപ്പാക്കി. ഇവിടെ ചില അവൾമാരുണ്ടല്ലോ, അവര് വിചാരിക്കുന്നതാണോ നടക്കുക, ഞാൻ വിചാരിക്കുന്നതാണോ നടക്കാന്ന് എനിക്കൊന്നറിയണം. രമണ, ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ചേട്ടനെ തള്ളിപ്പറഞ്ഞ് ഒറ്റ കൊടുത്ത യൂദാസാണ് ആ തെണ്ടി. വിഷമിക്കാതെ ഉണ്ണിയേട്ടാ, കൊലയിൽ ഒന്ന് പേടായാൽ പേരുദോഷം കുടുംബത്തിനാ. ആ പേട് ദോഷം സഹിച്ചുകൊണ്ടിരിക്കാനടാ ഞാൻ. വെള്ളം അടിച്ചോണ്ട് വല്ലവന്മാരും വല്ലയിടത്തും ഇരുന്ന് വല്ലതും പറയും. വല്ലവനും പുല്ലുമായുധം. ഉണ്ണിച്ചേട്ടാതുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കൊരു വിഷമവുമില്ല. കുളം കലക്കി മീൻ പിടിക്കാൻ നടക്കുന്നവരുടെ വലയില് അങ്ങോട്ട് ചെന്ന് വീഴാൻ നടക്കുന്നവരെ കുറിച്ച് ഞാനെന്ത് പറയാം? അതെ അതെ, നീ എവിടിട്ടാ താങ്ങിയെന്ന് എനിക്കറിയാം. ആണുങ്ങളായ കുളം കലക്കും മീൻ പിടിക്കും വലയിൽ വീഴും. അതിനൊന്നും നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, ഇപ്പൊ വന്നു കയറിയ പുതിയ മൂദേവി കണ്ടുപിടിച്ചതായിരിക്കും ആണാണെന്ന്. അവളെ ഞാൻ നോക്കൂല. ഞാനല്ലേ പറഞ്ഞ എങ്ങനെ കഴിഞ്ഞിരുന്നവരാ ഈ ആനമുറ്റത്തുകാര്? എവിടെ നിന്നോ വന്ന രണ്ട് പെങ്കൊച്ചുങ്ങൾ കാരണം ചേട്ടനും അനിയനും ഇങ്ങനെ തല്ലിപ്പിരിയാന്ന് വെച്ചാ? തല്ലിപ്പിരിയോ എരിപിരി കൊള്ളുകയോ ചെയ്യട്ടെ, നമുക്ക് ഉണ്ണിമാരുടെ ചെലവിൽ ലാവിഷായിട്ട് ജീവിക്കാം. എറാ കുപ്പി, കുപ്പി എറാ, എറാ മീശേ. ഇത് വിധിയൊന്നുമല്ല, സ്വയം വരുത്തി വെക്കുക ഓരോന്നും. മനഃപൂർവ്വമുള്ള ഈ വാശിയും വൈരാഗ്യമൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നശിക്കുക, സ്വയം നശിക്കുക. ഈ ആനമറ്റം തറവാട്ടില് എനിക്ക് സംബന്ധം ഉറച്ചിരിക്കണമെന്ന് കാരണവന്മാരൊന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഐശ്വര്യവും ഒത്തൊരുമയുള്ളൊരു കുടുംബമായിരുന്നു. ആ ആനമറ്റം തറവാടിനാ ഇപ്പൊ ഈ ഗതി വന്നിരിക്കണേ. പായ മൂടിക്കെട്ടി എത്ര കാലം വെച്ചാൽ അതൊക്കെ കണ്ടും കെട്ടിയിരിക്കണേ. കുട്ടികളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ തറവാട് കുളന്നു പൊട്ടിക്കരുത്. രാമകൃഷ്ണൻ എനിക്ക് മകനെ പോലെയല്ല, മകൻ തന്നെയാ. രാജീവനെ പോലെ തന്നെ അവനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവര് തമ്മിലും ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. ഒരപേക്ഷയും കൂടിയുണ്ട്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇളയച്ചൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞില്ല. ഇളയച്ചൻ പറഞ്ഞത് നിങ്ങൾ രണ്ടിൽ ഒരാളുടെ മരണത്തിലെ ഈ മത്സരം അവസാനിക്കുന്ന. എന്റെ ഉണ്ണിയേട്ടൻ മരിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. അയ്യോ, ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 മിനിറ്റ്. എനിക്കൊന്നും വേണ്ട. എന്നോടൊപ്പം എന്ന് പറയാൻ മാത്രം ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ അല്ലാതെ മറ്റാരാണ്? വീട് മാത്രമല്ല, ഈ മനയൂർ ഗ്രാമം മുഴുവൻ നിന്റെ പിന്നിലുണ്ടാവും. ഞാനത് തെളിയിച്ചു തരാം. വെറുതെ വർത്തമാനം പറയാനല്ലാതെ ഉണ്ണിയേട്ടന് വേറെ എന്തറിയാം? ഉണ്ണിയേട്ടന് എന്ത് തെളിയിക്കുന്നേ പറയണേ? എന്ത് തെളിയിക്കണം? തെളിയിക്കേണ്ടതൊക്കെ തെളിയിക്കും. തെളിയാനുള്ളതൊക്കെ ക്രമേണ തെളിയും. പക്ഷേ നീ എന്നോടൊപ്പം ഉണ്ടാവണം. അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഇട്ടോട്ടെ, വല്ലാത്ത ഈർച്ച. ഓ, അയ്യോ,
എന്തു പറ്റി മോളെ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഉണ്ണിയേട്ടൻ എന്നെ. എന്റെ മോളെ. അയ്യോ കള്ളം, മുങ്ങിയപ്പോ ഞാൻ അല്ലാതെ മിണ്ടിപ്പോര് പരമദ്രോഹി. തറവാടിന്റെ മാനം നീ കുളം തോണ്ടിയല്ലടാ ആഭാസ. അമ്മ ഇവനെ വിശ്വസിക്കാം. ആനമുറ്റംകാരും ചേനമുറ്റംകാരും എന്നൊക്കെ പറയുന്ന തറവാട്ടുകാരുടെ മഹിമ ഇപ്പൊ മനസ്സിലായി. അമ്മേ, അയ്യോ ഞാൻ എങ്ങനെ സഹിക്കൂ അമ്മേ? ഇതുവരെ കൊണ്ടെത്തിച്ചു. ലക്ഷ്മി, ഒന്ന് ലക്ഷ്മി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ചതിച്ചതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും. നാണമില്ല നിങ്ങൾക്ക് ഇത് പറയാൻ. കുളക്കടവിൽ കുളിച്ചോണ്ട് നിൽക്കുന്നവരെ ഒഴിച്ചു നോക്കാനും. പിന്നെ എന്നിട്ട് ചതിച്ചു പോലും. ആരാരെ ചതിച്ചോന്ന് എനിക്കറിയാം. എന്റെ ഭഗവതി, ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ ഒന്ന് മനസ്സിലാക്കും? ഒന്നും പറയണ്ട, ഒന്നും പറയാനുണ്ടാകില്ലെന്നും എനിക്കറിയാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ എനിക്കതൊട്ട് കേൾക്കുകയും വേണ്ട. മേലിൽ എന്നോട് മിണ്ടാൻ വരരുത്. നിക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പിന്നാലെ വരണ്ട. ഞാൻ അമ്പലത്തിലേക്കാ പോകുന്നേ, അല്ലാതെ കുളക്കടവിലേക്കല്ല. നീ പോയി കിടന്നോ. ആ, വടക്ക് പുറത്തെ കഥവിന്റെ കുറ്റിയിടാൻ മറക്കണ്ട. ശരി. അല്ല, ഞാൻ നീ ആരോടാ ഇപ്പൊ സംസാരിച്ചേ? ഏയ് ആരുമില്ല. ചെറിയമ്മയ്ക്ക് തോന്നിയതാവും. ചെറിയമ്മായി ഉറങ്ങിയില്ലേ? എന്താ മോളെ, ഉറങ്ങാറായില്ലേ? കിടക്കമുറിയേക്ക് നിനക്ക് കാല് നീങ്ങില്ലാന്നുണ്ടോ? ഇവള് ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി. ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നിയെന്ന്. ആണോ? അയ്യോ അമ്മേ, എന്നാൽ ഇത് അവൻ തന്നെ. ഇനി സംശയിക്കണ്ട. ആലോചിക്കാതെ വിളിച്ച് ചോദിക്കമ്മേ. ആരാ? നിങ്ങളുടെ പുന്നാര ബോൾ രാജീവനുണ്ണി. അല്ലാതാരാ? പ്രായമായ പെൺപിള്ളേരോടുള്ള അവന്റെ പെരുമാറ്റം. നിങ്ങളുടെ ബോത്ത് നോക്കിയാരത് എങ്ങനെ പറയും? ഇപ്പൊ തന്നെ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. എന്താ കാരണം? കുറ്റാബോധം. അത് തന്നെ ഒരു തെളിവല്ലേ? ഇവൻ എന്റെ അനിയനല്ല, പരമാഭാസൻ, വൃത്തികെട്ടവൻ. ഇവൻ ഏത് വയറ്റിലാ ഉണ്ടായത്? ഇളയച്ചിന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. സ്വന്തം മകനെ പറ്റിയാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്ക് സത്യം തുറന്നു പറഞ്ഞ ശീലമുള്ളൂ. ഗുഡ് നൈറ്റ്. ബാക്കി ഉറങ്ങാതെ അമ്മ പറ. എല്ലാവരും പോയി കഥ അടച്ച് കുറ്റിട്ട് ഉറങ്ങടി. നീ പോടി. മനുഷ്യന് കിടന്ന് ഉറങ്ങാനൊരു സ്വസ്ഥതയില്ല. എന്റെ മോനെ വിളിച്ച് കയറ്റിയതായിരിക്കും. ശീലാവതി. ഓ, നീയൊന്ന് നിർത്തണ്ടോ? വാ പോരെ. അടുത്ത മാസം മുതൽ തറവാടക കൂട്ടിത്തരണം കേട്ടോ. ഇത് വലിയ കഷ്ടമാകുഞ്ഞേ. ഇപ്പൊ കൂട്ടി, ഇനി ഉത്സവം കഴിയുമ്പോഴത്തേക്കും കൂട്ടും. അതിനുള്ള വരുമാനം ഇവിടെ ഇല്ലാതെ കുഞ്ഞിന് അറിയാമല്ലോ. പരമാവധി ശ്രമിച്ചു നോക്കണം. വരുമാനം ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാൻ? യശോദ ചേച്ചി, 2 ചായ. ഉണ്ണേട്ടാ, ഇന്നലെ രാത്രി തറവാട്ടിൽ എന്തായിരുന്നു പ്രശ്നം? ആ പെങ്കൊച്ചിന്റെ മുറിയിൽ ആരോ ഓടളക്കി ചാടിയൊന്നോ മറ്റോ കേട്ടു. അതിന് ഉണ്ണിച്ചേട്ടനോ മറ്റോ ആണോ? അനാവശ്യം പറയരുത്. അവള് രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ട് നിലവിളിച്ചതാണ്. നേരിട്ട് തെളിവെടുക്കാൻ പോയതായിരിക്കും എന്നാ ഞങ്ങൾ വിചാരിച്ചത്. അന്ന് രക്തം പരിശോധിക്കാൻ ഞങ്ങൾ കുപ്പിയും കൊണ്ടുവന്നപ്പോ ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞേ? നേരിട്ട് കണ്ടുപിടിച്ചോളാം. കവലയിൽ നിന്ന് വലിയ ഉണ്ണിച്ചേട്ടൻ ഉറക്ക പ്രസംഗിക്കണ കേട്ടിട്ടാ ഞങ്ങൾ അറിഞ്ഞു. സത്യം പറയാല്ല, അന്ന് ഉണ്ണിയേട്ടൻ കുളത്തിൽ ഇറങ്ങി തെളിവെടുത്തപ്പോ ഞങ്ങൾ അങ്ങനെ കരുതിയത്. കട്ടൻ തറ വരെ മുങ്ങിത്തപ്പിട്ട് വല്ലതും കിട്ടിയോ? അതും ഇല്ല. എന്നാലും ആ പെണ്ണ് വിളിച്ചു പോണ വരെ ഉണ്ണിച്ചേട്ടൻ തെളിവെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാ. കേറി പോടി ആത്ത. ഇനി മേലാലി ഒറ്റയ്ക്ക് കുളിക്കാൻ പോകരുത്. നീ കുളിക്കുമ്പോഴായിരിക്കും ആർക്കെങ്കിലും ഒക്കെ തെളിവെടുക്കണമെന്നുള്ള തോന്നല്. ആനമുറ്റത്തെ ആരും അങ്ങനെ ചവിട്ടി തേക്കണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി തെളിവെടുക്കും. ആർക്കാ ചോദിക്കാനുള്ളത്? നിന്റെ നാവിറങ്ങിപ്പോയോ? വന്നു കയറി അന്ന് മുതൽ എല്ലാരും കൂടി ചോദിച്ചിട്ട് ഇതുവരെ ചോദ്യങ്ങളും തീർന്നില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറച്ച് നാളായി നീ ഞങ്ങളായിട്ട് കുരങ്ങു വെപ്പിക്കാൻ തുടങ്ങി. കൊരങ്ങളായതുകൊണ്ടല്ലേ? പാതി ഓടിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. കാരണക്കുറ്റി നോക്കി വരുന്ന പൊട്ടിച്ചെന്നുണ്ടല്ലോ. പിന്നെന്താ ചെയ്യാത്തെ? ആനമുറ്റത്തുകാർക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. ഓ, അപ്പൊ ആനമുറ്റത്തുകാർക്ക് പ്രത്യേക ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ? അതേടി, ഈ തറവാടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് തെളിയിക്കാമോ? ആ തെളിവുമായിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കള്ളവാ. നിനക്ക് ഈ തറവാടുമായിട്ടോ ഞങ്ങളുടെ അമ്മാമയായിട്ടോ ഒരു ബന്ധവുമില്ല. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? അതെങ്ങനെയെന്ന് നീ അറിയേണ്ട കാര്യമില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടി. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാണിക്കാം.
നിന്നെ ഞാനൊന്ന് പറയട്ടെ. പറയണ്ട, കണ്ട കാര്യം വീണ്ടും എന്നെ പറഞ്ഞു കേൾപ്പിക്കണ്ട. എന്തോ കണ്ടെന്നാ? ആ പെണ്ണിന് വട്ട. അപ്പോ അവളോട് പറഞ്ഞു കാണും എനിക്ക് വട്ടാണെന്ന്. അതെ, അല്ല, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വട്ടുപിടിപ്പിക്കരുത്. അവൾ ആരാ എന്താന്ന് അറിയാനൊരു ശ്രമം നടത്തി നോക്കിയതാ ഞാൻ. വെറുതെ നുണ പറയാൻ നോക്കണ്ട. അന്ന് കുളക്കടവിൽ നടന്നൊന്നും ഞാൻ മറന്നിട്ടില്ല. അയ്യോ, അതൊരു അബദ്ധം പറ്റിയതായിരിക്കും കരുതി ഞാൻ ക്ഷമിച്ചു. ഇനി ഉണ്ണിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, അവൾ എന്നെ ബലാത്കാരമായിട്ട്. ഇനി എന്റെ അടുത്ത് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ആ, നീ വന്നത് നന്നായി. കുറച്ചു നേരത്തേക്ക് നീ ഇവിടെ ഇരി. ഞാൻ ആ പറമ്പിൽ നിന്ന് പശുവിനെ അയച്ചോണ്ട് വരാം. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. എന്താ പറഞ്ഞേ? എനിക്ക് തിരക്കില്ല, ചേച്ചി പോയിട്ട് കുറെ കഴിഞ്ഞു വന്നാലും മതി. നീ എന്തിനാ നീ പൊളയണത്? അതെ, ഈ രാവിലെ തൊട്ട് വയറ്റിനകത്തൊരു സംഭ്രമണം. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നല്ലോ. ഓ, അത് ഇവിടുന്ന് ഒരു ചായ അടിച്ചാ ക്ലിയറായി. എന്തായിരിക്കും? എനിക്കറിയില്ല, ചെന്നേടത്തിന് പറഞ്ഞേ. ഇതാ നോക്കൂ. ഹായ്, അതിമനോഹരമായിരിക്കുന്നു. അതെ, ഇത് കോട്ടയം അയ്യപ്പ ചിഹ്നം. എന്റെ ജയഭാരതി കുട്ടിക്ക് വേണ്ടി എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാണെന്ന് അറിയാമോ? അയ്യോ, ഇത് പുത്തര. സത്യമായി ഞാൻ മോട്ടിച്ചല്ല, വില കൊടുത്ത് വാങ്ങിയതാ. അതല്ല, ഇത് ഉസ്താദാണോ ഫ്രണ്ട്സ് ആണോന്ന് നോക്കിയതാ. ഇത് രണ്ടും അല്ല, കണ്ണെഴുതി പൊട്ടുന്നട്ടാ. ഏയ്, ഇത് അതൊന്നുമല്ല. പിന്നെ അവകാശ ഗംഗ ആണോ? ഇത് ഉടുത്തോണ്ട് വേണം ഉത്സവത്തിന് വരാൻ. എല്ലാരും ഒന്ന് കാണട്ടെ എന്റെ ജയഭാരതി കുട്ടിയെ. എന്റെ അമ്മ. അമ്മക്ക് വേറെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തു? അതല്ല, അമ്മ വരുന്നു. സാരിയോ? നോക്കട്ടെ. രമണേട്ടൻ വാങ്ങിയതാ അമ്മേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന്? ആ, എനിക്കിത് നന്നായി ചേരും. ഉത്സവത്തിനെ ഞാൻ ഈ സാരിയെ കൊടുത്തൊന്ന് ചേർത്തട്ടെ. അപ്പൊ എനിക്കോ? അതോ വേറെ വാങ്ങിച്ചോണ്ട് വരും. എന്നാ എനിക്കൊരു പട്ടുസാരി വാങ്ങിച്ചു തരുമോ? പട്ടുസാരിയുടെ സെക്ഷനിലൊക്കെ ഭയങ്കര ചെക്കിങ്. എടാ, ഇതിന് മാച്ച് ചെയ്യുന്നൊരു ബ്ലൗസ് കൂടി എടുത്തോ. വേറെ വല്ലതും വേണോ? വേണ്ട. വാ. പാവ തുണിക്കടക്കാരന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നണത്. ഞാൻ പോട്ടെ. എങ്ങോട്ട്? തറവാട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? ചേച്ചി, വല്യേച്ചി, മമതെ കാണാനില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ ഇവിടെ നില്ല്. അത് ഞാൻ ആകെ വിഷമിച്ചു. കഥയൊക്കെ പിന്നെ പറയാം. ചിറ്റപ്പന്റെ കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം പോവാം. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാ തറവാട്ടിലെ വിളക്ക്. ലക്ഷ്മി എടുക്കുന്ന വിളക്ക് വേറെയാ. അതിൽ അച്ഛൻ ബോംബ് വെച്ചിട്ടുണ്ട്.
നീയായിരുന്നു. രാജീവാ, ആ വിളക്കില് ബോംബ് വെച്ചിട്ടുണ്ട്. ആ വിളക്കില് ബോംബ് വെച്ചിട്ടുണ്ട്. പഞ്ചാബ കേസിന്റെ അടുത്താണോടാ? അയ്യേ